सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्रीगुरुभ्यो नमः। हरिः ॐ। ओम समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। कृतज्ञता समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरम्। संस्कृतेर्वीक्ष्यहानिं च भारतस्य च दुस्थितिं द्रविडं हृदयं यस्य वन्देऽहं तं महामुनिं। निष्क्रिया करुणा क्वापि सबला न भविष्यति इति मत्वा सर्वदैव कर्मणि वर्तते यतिः। स्वयं कुर्वन् कारयंश्च कर्माणि विविधानि यः असक्तः सर्वकार्येषु वर्तते सर्वथा च सः। ज्ञानयज्ञप्रचारं च ब्रह्मचारिप्रशिक्षणं श्रुतिस्मृतिपुराणादि व्याख्याग्रन्थप्रकाशनं बालकेषु च संस्कारो विचारो युवकेषु च धर्मनिष्ठा देशभक्तिः लोकसेवा तथैव च। यथा वृद्धिं प्राप्नुवन्ति तथा यत्नं करोति सः सर्वदा सर्वभावेन सद्गुरुर्नो यतीश्वरः। ये गुणा सर्वशास्त्रेषु वर्ण्यन्ते ब्रह्मज्ञानिनां तैरयं सर्वदा पूर्णो राजते सर्वयोगिनां। निर्गुणे निश्चला निष्ठा सगुणे सरसारथिः संगमो मधुरश्चायं देशिकेनो महात्मनि। अनेकजन्मार्जितपुण्यप्राप्तः मया गुरुर्यो जगति प्रसिद्धः। यस्य प्रसादेन मनः प्रशान्तं बभूवमेतं शिरसा नमामि। कृतज्ञताया च हृदि स्थिता मे वक्तुं न शक्या खलु यत्नतोऽपि। गुरो प्रसीद कृपया विदेहि त्वत्पादभक्तिं परमानुरक्तिं त्वत्पादभक्तिं परमानुरक्तिम्। ദേശസാരം ധ്യാനം. അതിനുശേഷം നമ്മൾ 17ാമത്തെ ശ്ലോകം മുതൽ ചൊല്ലും. ഓം സമസ്തജന കല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. അന്തര്യശ്ച ബഹിർവിധൂതതിമിരം ജ്യോതിർമയം ശാശ്വതം സ്ഥാനം പ്രാപ്യ വിരാജത്തെ വിനമതാം അജ്ഞാനമുന്മൂലയൻ. പശ്യൻ വിശ്വമവീതമുല്ലസതി യോ വിശ്വസ്യ പാരേ പരഃ. തസ്മൈ ശ്രീരമണായ ലോകഗുരവേ ശോകസ്യ ഹന്ത്രേ നമഃ.
തസ്മൈ ശ്രീരമണായ ലോകഗുരവേ ശോകസ്യ ഹന്ത്രേ നമഃ. 17ാമത്തെ ശ്ലോകം. മാനസം തു കിം മാർഗണേ കൃതേ നൈവ മാനസം മാർഗ ആർജവം വൃത്തയസ്ത്വഹം വൃത്തിമാശ്രിതാഃ വൃത്തയോർമനോ വിദ്യഹം മനഃ അഹമയം കുതോ ഭവതി ചിന്വതഃ ഐപതത്യഹം നിജവിചാരണം അഹമി നാശഭാജഹമഹം തയാ സ്ഫുരതി ഹൃത്സ്വയം പരമപൂർണസത് ഇദമഹം പദാത് ഭിക്യമന്വഹം അഹമി ലീനകേ പ്രളയസത്തയാ വിഗ്രഹേന്ദ്രിയ പ്രാണധീതമഃ നാഹമേകസത് തജ്ജഡം ഹ്യസത് നാഹമേകസത് തജ്ജഡം ഹ്യസത്. ഇവിടെ വരെയല്ലേ നമ്മൾ കണ്ടത്? 23 കണ്ടില്ലല്ലോ? ഇല്ല. ഓക്കെ. എന്താ നമ്മൾ കണ്ടത്? നമ്മൾ കർമ്മയോഗത്തിൻ്റെതായിട്ടുള്ള ഭാവം കണ്ടു, ഭക്തിയോഗത്തിൻ്റെതായിട്ടുള്ള ഭാഗം കണ്ടു, രാജയോഗത്തിൻ്റെതായിട്ടുള്ള ഭാഗം കണ്ടു. അതിനുശേഷം ജ്ഞാനയോഗത്തിലേക്ക് കടന്നു. അപ്പോൾ സാധാരണ നമ്മൾ ജ്ഞാനയോഗം എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ശ്രവണമനന നിധിധ്യാസനത്തിനെ പറ്റിയിട്ടാണ് സാധാരണ, പ്രത്യേകിച്ച് ചിന്മയാമിഷനിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശങ്കരവേദാന്തവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് എന്താണ്, ശ്രവണ മനന നിധിധ്യാസത്തിനെ പറ്റിയിട്ടാണ് പറയുക. അതായത് ഗുരുവിൽ നിന്ന് കേൾക്കും, കേട്ടത് ശരിയാണോ എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് മനനം ചെയ്യും. അതിനുശേഷം നമ്മൾ ആ മനനം ചെയ്ത ഉറപ്പിച്ചതിനെ നമ്മൾ ധ്യാനത്തിൽ കൂടെ നമ്മുടെ അനുഭവമാക്കി മാറ്റും. രമണ മഹർഷിയും ഇത് തന്നെയാണ് എങ്കിലും പക്ഷെ അദ്ദേഹം വിചാരമാർഗ്ഗമാണ് എടുക്കുക. അതായത് അദ്ദേഹം പറയുക, കൃത്യമായിട്ടുള്ള ശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് കൃത്യം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഉത്തരം കിട്ടും. ആ ഉത്തരം സത്യമായിരിക്കും. പോലീസുകാരെ കണ്ടിട്ടില്ലേ? അവരകരാണ്, അവർക്കറിയാം എന്തു ചോദ്യമാണ് ചോദിക്കേണ്ടത്. നമ്മളങ്ങനല്ല. നമ്മൾ വേണ്ടാത്ത എല്ലാ ചോദ്യം ചോദിക്കും, ചോദിക്കേണ്ട ചോദ്യം ചോദിക്കത്തില്ല. അതല്ലെങ്കിൽ ചില ടീച്ചർമാരുണ്ട്, അവർ കൃത്യമായിരിക്കും, അവർക്കറിയാം ഈ പിള്ളേർ ഉടായ്പ കാണിക്കുന്ന സമയത്ത് അമ്മമാരൊക്കെ കറക്റ്റ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പൊട്ടും അവർ. അതുവരെ അവരിട്ട് താളം തള്ളിക്കൊണ്ടിരിക്കും. പക്ഷെ കൃത്യം ചോദ്യം എപ്പോൾ ചോദിക്കുന്നോ അവിടെ പൊട്ടേണ്ടത് പൊട്ടിയിട്ട് ആ സത്യം വെളിയിലേക്ക് വരും. ഓക്കെ. ഇവിടെ കൃത്യമായിട്ടുള്ള ചോദ്യം എന്താണ്, അത് വളരെ നമ്മൾ ആൾക്കാർ ഉപയോഗിച്ച് വില കളഞ്ഞൊന്ന് പറയാൻ പാടില്ലെങ്കിൽ കൂടെയും പക്ഷേ എന്താണ്, അതിൻ്റെ മനസ്സിലാകാത്ത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴം, ഡെപ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി മനസ്സിലാകാത്ത ചോദ്യം എന്താണ്, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യമാണ്. ഈ ഞാൻ ആരാണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ഇവിടുന്നെല്ലാം കേട്ടേക്കുന്ന കാരണം ആ ചോദ്യത്തിൻ്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലായിട്ടില്ല. അതല്ല എങ്കിൽ നമുക്ക് ആ ശുദ്ധി ഇല്ലാത്തത് കൊണ്ട് എന്താണ്, ആ ഞാൻ ആരാണ് എന്നുള്ളത് ആ ആഴത്തിൽ അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താ ഞാനെന്ന് പറയുന്നത് എൻ്റെ മനസ്സാണോ? അല്ല. കാര്യം എന്നാ, മനസ്സ് തന്നെ നമ്മൾ അഹംവൃത്തിയും ഇതം വൃത്തിയായിട്ട് എടുത്തതിന് ശേഷം ഈ അഹംവൃത്തി തന്നെ സത്യത്തിലില്ല. അത് ചൈതന്യവുമായിട്ടും ചേർന്ന് നിൽക്കുന്നതല്ല, അത് ജഡവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതല്ല. എന്താണ്, സത്യത്തിൽ അതൊരു ഗുരുദേവൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു അൺഹോളി വെറ്റ്ലോക്കാണ് എന്ന് നമ്മൾ കണ്ടു. എപ്പോൾ കണ്ടു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു. എന്താണ്, അതായത് എങ്ങനെയാണ് ഒരു തീ ഇരുമ്പുണ്ട എന്ന് പറയുന്നത് പോലെ ഇത് കള്ളത്തരാണെന്ന്. കാര്യം ഇരുമ്പിൻ്റെ ഗുണമായിട്ടുള്ള ആ തണുപ്പ് തീക്ക് കിട്ടുകയും തീയുടെ ഗുണമായിട്ടുള്ള ചൂട് അല്ലെങ്കിൽ ഇരുമ്പുണ്ടയുടെ ഗുണമായിട്ടുള്ള ആ രൂപം, ഉരുണ്ട രൂപം തീക്ക് കിട്ടുകയും തീയുടെ രൂപമായിട്ടുള്ള അല്ലെങ്കിൽ ഗുണമായിട്ടുള്ള ആ ചൂട് ആ ഇരുമ്പുണ്ടയ്ക്കും ചേർന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് തീ ഉണ്ടാന്ന് പറയുന്നത്. സത്യത്തിൽ അതെന്താണ്, രണ്ടാണ്, അങ്ങനെ ചേരാൻ പാടില്ല എന്നാ. അതേപോലെ അസത്തായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ജഡമായിട്ടുള്ള ഈ മനസ്സും ഏകസത്തായിട്ടുള്ള ചൈതന്യവും ഒരുമിച്ച് പോകില്ല എന്നാണ്. പക്ഷേ അത് ഈ ഒരു അൺഹോളി വെറ്റ്ലോക്കിൽ കൂടെ അറിയാതെ ചേർന്ന് നിൽക്കുന്നു. നമ്മൾ കൃത്യമായിട്ട് ആരാണിത് എന്ന് ചോദിച്ചാൽ
എന്താണ് ഈ ഒരു പ്രശ്നം ഒഴിയും എന്നാണ് രമണ മഹർഷി പറയുക. എന്നിട്ടോ ഇത് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് ആ ട്രൂ സെൽഫ്? ആരാണ് ആ സത്യത്തിലുള്ള ആത്മാവ്? ആരാണ്? അത് ഞാനാണ്. ഞാനാണ്. ഈ ശരീര മനോബുദ്ധിയാണ് എന്ന് ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് ദുഃഖത്തിൽ കൂടെ കാലം കഴിക്കുന്ന ഈ ആത്മാവ് ആരാണ്? അത് ഞാനാണ്. ഓക്കെ, എന്നെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇത് എളുപ്പത്തിൽ നടക്കുമോ? ചിലപ്പോൾ എളുപ്പത്തിൽ നടക്കത്തില്ല. കാര്യം നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരീരമാണ്, ഇന്ദ്രിയങ്ങളാണ്, പ്രാണനാണ്, അജ്ഞാനമാണ് എന്നൊക്കെ. ഇപ്പം നമ്മളുടെ ധാരണ ഏതാണ്? എന്നാ വിഗ്രഹേന്ദ്രിയ പ്രാണധീതമഹ, നമ്മൾ ഇതൊക്കെയാണ് എന്നാണ് ധരിച്ചിരിക്കുക. സത്യത്തിൽ ഞാൻ ആരാണ്? ഞാൻ ആ ഏക അസ്തിത്വമാണ്, ആ സത് സ്വരൂപിയാണ് ഞാൻ. കാര്യം എന്താണ്? കാര്യം ഈ വിഗ്രഹമായിക്കോട്ടെ, വിഗ്രഹം എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരമായിക്കോട്ടെ, ഇന്ദ്രിയ പ്രാണങ്ങളായിക്കോട്ടെ, അതായത് ആ സൂക്ഷ്മ ശരീരമായിക്കോട്ടെ, അതല്ല തമസ്, ആ ഇഗ്നറൻസ്, അതായത് ആ കാരണ ശരീരമായിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? അവ നിഷ്ക്രിയവും യഥാർത്ഥത്തിൽ നിലവിലില്ലാത്തതും ആണ്. അപ്പം ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? എന്നിൽ നിന്ന് വ്യത്യാസമായിട്ട് എനിക്ക് എന്തിനെ കാണാൻ പറ്റുമോ അത് ഞാനല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പം ഞാൻ വിഗ്രഹത്തിനെ കാണുന്നുണ്ട് എങ്കിൽ ഞാൻ ആ വിഗ്രഹമല്ല. പിന്നെയോ എൻ്റെ ദൃശ്യമാകുന്നത് നശിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കൂ. സത്സ്വരൂപിയായിട്ടുള്ള ഞാൻ ഒരിക്കലും നശിക്കുന്നില്ല എന്ന് മനസ്സിലാക്കൂ. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ടുവച്ചത്. ഓക്കെ, എന്നിട്ട് രമണ മഹർഷിയുടെ സ്റ്റാൻഡ് പോയിന്റ് ഒരു പടിയും കൂടെ മുകളിലാണ്. രമണ മഹർഷി മിഥ്യ എന്നുള്ളതിൽ പോലും എന്താണ് കൺക്ലൂഡ് ചെയ്യില്ല. മിഥ്യയായിട്ടുള്ളത്, അതായത് മിഥ്യ എന്താണ്? അറിവ് വരുമ്പോൾ ഇല്ലാതാകുന്നത് എന്നാണ്. അതായത് ഇപ്പോഴതിനൊരു അസ്തിത്വം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ ഈ ലോകത്തിൻ്റെ ഒരു അസ്തിത്വം കൊടുക്കുന്നില്ലേ? രമണ മഹർഷി അതുപോലും പാടില്ല എന്നാണ് പറയുക. കാര്യം എന്താണ്? റോപ്പിൻ്റെ അല്ലെങ്കിൽ ആ കയറിൻ്റെ സ്റ്റാൻഡ് പോയിന്റിൽ ഒരു കാലത്തും ആ പാമ്പില്ലായിരുന്നു. അതേപോലെ ആ സത്യത്തിൻ്റെ സ്റ്റാൻഡ് പോയിന്റിൽ ഒരിക്കലും ഈ കാണുന്ന പ്രപഞ്ചമില്ല എന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ മിഥ്യയ്ക്കും അടിസ്ഥാനമായിട്ടുള്ള ഏക സത്ത് ഞാനാണ് എന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ കണ്ടു. എന്നിട്ട് നമ്മൾ 23-ാമത്തെ ശ്ലോകം കാണും. എന്താ 23-ാമത്തെ ശ്ലോകം? സത്വഭാസിക ചിത്വവേതര, സത്വഭാസിക ചിത്വവേതര, സത്തയാഹി ചിത്തയാഹ്യഹം, സത്തയാഹി ചിത്യയാഹ്യഹം. അതായത് ഈ ശ്ലോകത്തിൽ നമ്മൾ ഈ സത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിനെ രമണ മഹർഷി ചിത്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. നല്ല രസകരമായിട്ടുള്ള ശ്ലോകമാണ്. അതായത് അസ്തിത്വത്തിനെ പ്രകാശിപ്പിക്കുന്ന മറ്റൊരു ബോധമുണ്ടോ? ശരി, നമ്മളെന്താ പറയുന്നത്? ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്താണ്? അതല്ലാത്ത സിമ്പിളായിട്ട് പറഞ്ഞാൽ സച്ചിദാനന്ദ സ്വരൂപമാണ് നമ്മൾ പറയും. അതെ, നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപിയാണ് ബ്രഹ്മം എന്ന് പറയും. അതല്ലെങ്കിലോ അവിനാശിയാണ്, അവ്യയനാണ്, അജനാണ്, നിർവികൽപ്പനാണെന്ന്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ സാധാരണ നമ്മൾ എന്താ പറയുന്നത്? സച്ചിദാനന്ദൻ എന്ന് പറയുന്നിട്ട് നമ്മൾ സച്ചി എന്ന് വിളിക്കും. നമ്മുടെ ഇവിടെ ഉണ്ട് സച്ചി ഏട്ടൻ അല്ലേ, സച്ചിദാനന്ദൻ എന്നാണ് പേര്, പക്ഷെ നമ്മൾ സച്ചി എന്ന് വിളിക്കും. അതായത് സത്ത് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇത്രയും നേരം രമണ മഹർഷി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? സത്താണ് ഞാൻ എന്ന് പറയുന്ന സമയത്ത് സാധാരണ ആ ആത്മാവിൻ്റെ സ്വരൂപം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുക സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നാണ് പറയുക. അപ്പോൾ രമണ മഹർഷി ഈ ശ്ലോകത്തിൽ എന്ത് ചെയ്യും? സത്തും ചിത്തും ഒന്നാണ് എന്ന് സൂചിപ്പിക്കും. ഓക്കെ, അതാണ് കാണാൻ പോവുക. ഓക്കെ, എന്താണ്? അസ്തിത്വത്തെ പ്രകാശിപ്പിക്കുന്ന മറ്റൊരു ബോധം ഉണ്ടോ? ഇല്ല. ഉണ്ടോ എന്ന് ചോദിച്ചു, അതിൻ്റെ അർത്ഥം ഇല്ല എന്നാണ്. കാര്യം എന്നാ? സത്തിനെ, ആ അസ്തിത്വത്തിനെ സൂചിപ്പിക്കാൻ വേറൊരു ബോധമുണ്ട് എന്ന് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് കാണേണ്ടി വരും. അപ്പം ഇവിടെ അസ്തിത്വത്തിനെ പ്രകാശിപ്പിക്കുന്ന മറ്റൊരു ബോധമുണ്ടോ? കാരണം അസ്തിത്വം ബോധം തന്നെയാണ്. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഓക്കെ, ബോധം യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ്. സത്തയാഹി ചിത്തയാഹ്യഹം. ഓക്കെ, എന്താ പറയുക? സത്ത് ഈസിക്വൽ ടു ചിത്ത് ഈസിക്വൽ ടു ഞാൻ എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഇതിലേക്ക് നോക്കി ഒരു ചോദ്യം വരാം. ആരാണ് ഈ സ്വസ്വരൂപമായിട്ടുള്ള ആത്മാവിനെ തെളിയിക്കുന്നത്? വേറൊരു ബോധമുണ്ടോ? ഈ സത്തിനെ തെളിയിക്കുന്ന ഒരു ബോധം. കാര്യം ബോധമാണല്ലോ എല്ലാത്തിനെയും തെളിയിക്കുന്നത്. അങ്ങനെ ഒന്നുണ്ടോ? അതായത് ആ എക്സിസ്റ്റൻസിനെ അതിനെ കാണിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന, സെൻഷ്യൻ്റ് ആക്കുന്ന, ചൈതന്യവാക്കത്താക്കുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു ബോധമുണ്ടോ?
നമ്മൾ ലോജിക്ക് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇല്ല എന്നാണ്. വൈ? കാര്യം ഈ മാത്തമാറ്റിക്സിൽ മനസ്സിൽ വെച്ചോണം, 2 ശ്ലോകം കഴിയുമ്പോൾ ഇനിയും വരും. എന്താണ്? സത്തിൽ നിന്ന് ചിത്തിനെ എടുത്തു എന്ന് വെക്കുക. ഒരു വസ്തുവിൽ സത്ത് ആസ്പെക്റ്റ് ഉണ്ട്, അതിൽ നിന്ന് ഞാൻ ചിത്തിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ അവശേഷിക്കും? എന്താ അവശേഷിക്കും? അവിടെ ജഡമായിരിക്കും ബാക്കി. കാര്യം ജഡത്തിൽ എന്താ ഉള്ളത്? ജഡത്തിൽ ചിത്തില്ലാത്തത് കൊണ്ടാണ് അത് ജഡമായത്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ അവിടെ ചിത്തില്ല എങ്കിൽ അത് എന്തായിട്ട് മാറും? അത് ജഡമായിട്ട് മാറും. മനസ്സിലാക്കണം. അതായത് ഞാൻ സത്ത് എന്ന് പറയുന്നതാണ് ഞാൻ എന്ന് പറയുന്നത്, എല്ലാ കാലത്തും നിൽക്കുന്നത്. ഓക്കെ, എല്ലാ കാലത്തും ഞാനത് എല്ലാ കാലത്തും സത്തായിട്ട് നിൽക്കണമെന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോളൂ അവിടെ ചിത്തും ഉണ്ടായിരിക്കും. കാര്യം ചിത്തില്ലാത്ത വസ്തു എന്താണ്? ജഡമാണ്, അതെല്ലാ കാലത്തും നിൽക്കത്തില്ല. ലോജിക്ക് മനസ്സിലായില്ലേ? അപ്പം സത്ത് മൈനസ് ചിത്ത് എന്ന് പറയുന്നത് എന്താണ്? ജഡമാണ്. ഓക്കെ 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 ഇനി ചിത്തുണ്ടെന്ന് വെച്ചോ, ചിത്തിൽ സത്തില്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിലോ? ചിത്തിൽ സത്തില്ല എങ്കിൽ അത് അസത്താണ്. അങ്ങനൊരു സംഭവമേ ഇല്ല. അതായത് ചിത്തുണ്ട്, ഓക്കെ, ചിത്ത് മൈനസ് സത്ത് ഈസ് ഈക്വൽ ടു അസത്താണ്. അതായത് ഒരിക്കലും ഇല്ലാത്തതാണ്. അതായത് ഞാൻ പറയാണ്, എന്താണ്, അറിവുണ്ട്, അവിടെ അറിവുണ്ട്. പക്ഷേ ഈ അറിവിന് എന്താണ്, എക്സിസ്റ്റൻസ് ഇല്ല. ചിന്തിക്കണേ, ഇതേ പറയുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് തോന്നും. അതായത് ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഒന്നാമത്തെ പോയിന്റ് ഞാൻ ആ ആത്മാവിനെ തെളിയിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിനെ തെളിയിക്കാൻ വേറെ ഒരു ലൈറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ആത്മാവ് ആ അറിവ് തന്നെയാണ്, ആ സത്ത് അത് അറിവ് തന്നെയാണ്, ചിത്ത് തന്നെയാണ്. കാര്യം എന്നാ? ആ ചൈതന്യം സത്തിലില്ല എങ്കിൽ സത്ത് ജഡമാകും, ഇല്ലാതായി പോകും. ആ ലോജിക്ക് കിട്ടിയില്ലേ? ഏകദേശം കിട്ടി. ചിന്തിച്ചോ. ഇനി ചിത്തുണ്ട്, പക്ഷെ അവിടെ സത്തില്ല എങ്കിൽ എന്തുണ്ടാവും? അതായത് നമ്മൾ പറയാണ് അവിടെ അറിവുണ്ട്, പക്ഷെ അതിൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല എങ്കിൽ സത്യത്തിൽ അറിവ് എന്ന് പറയുന്നൊരു പേര് മാത്രമേ ഉള്ളൂ, അവിടെ അറിവല്ല എന്നാണ്. അവിടെ അസത്തായിരിക്കും. ഈ നമ്മൾ ഈ പറയുന്ന കണക്ക് എന്താണ്, എന്താ കോഴിയുടെ കൊമ്പ്, അല്ലെങ്കിൽ മുയലിൻ്റെ കൊമ്പ്, അല്ലെങ്കിൽ ആകാശ പുഷ്പം എന്നെല്ലാം പറയുന്നത് കണക്കുള്ള ഒരു വാക്ക് മാത്രമാകും എന്ത്? സത്ത്. അപ്പം സത്തും ചിത്തും എന്താണ്? ആ രണ്ടും കൂടെ ചേർന്ന് നിൽക്കുകയാണ്. സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് സത്ത്. ചിത്ത് ഹാസ് ടു ബി സത്ത്, സത്ത് ഹാസ് ടു ബി ചിത്ത്. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ സത്തിന് വേറൊന്നിൻ്റെയും ആവശ്യമില്ല പ്രകാശിക്കാൻ. ഓക്കെ, സത്തില്ല എങ്കിൽ ചിത്തിന് നിലനിൽപ്പില്ല, ചിത്തില്ല എങ്കിൽ എന്താണ്? സത്ത് ജഡമായി മാറും. ഓക്കെ, ഇതാണ് പോയിന്റ്. ഓക്കെ, ഇതിനെ ശ്രുതിയും യുക്തിയും അനുഭൂതിയും എന്താണ് കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. ശ്രുതിയിൽ ഇത് പറയുന്നുണ്ട്, നമ്മൾ യുക്തിയാണ് ഞാൻ ഇപ്പം തന്നത്. ഈ അനുഭൂതി എന്താണ്? ആചാര്യന്മാർ ആ സത്യചിത്ത ആനന്ദ സ്വരൂപത്തിൻ്റെ ബോധത്തോടുകൂടി ഇവിടെ ജീവിച്ച് കാണിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് 24-ാമത്തെ ശ്ലോകം എന്താണത്? ഈശ ജീവയോർ വേഷധീഭിദാ, ഈശ ജീവയോർ വേഷധീഭിദാ സത്സ്വഭാവതോ വസ്തു കേവലം, സത്സ്വഭാവതോ വസ്തു കേവലം. ഈശ ജീവയോർ വേഷധീഭിദാ സത്സ്വഭാവതോ വസ്തു കേവലം. എന്താണ്? സ്ഥൂലവും സൂക്ഷ്മവുമായ ഉപകരണങ്ങളുടെ കാഴ്ചപ്പാടിൽ ജീവ ഈശ്വര വ്യത്യാസമുണ്ട്. ഇതാണ് ഇനി അടുത്ത പോയിന്റ്. ഓക്കെ, എന്താണെന്ന് നമുക്ക് കാണാവേ. എന്നാൽ സത്യത്തിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ സ്റ്റാൻഡ് പോയിന്റിൽ എല്ലാം പരമമായ ആ സത്യം തന്നെയാണ്. പക്ഷെ നമ്മളിങ്ങനെ രമണ മഹർഷി പറയുന്നത് റിപ്പീറ്റ് ചെയ്യാണ്. എന്ത് റിപ്പീറ്റ് ചെയ്യാണ്? ഞാനാണ് ആത്മാവ്, ഞാനാണ് ആത്മാവ്, ഞാനാണ് ആത്മാവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യത്തിൽ ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. പക്ഷെ അപ്പോഴാണ് നമ്മുടെ അടുത്ത് ഒരാൾ എന്ന് പറഞ്ഞാൽ നിന്നെക്കാളിലും വലുതല്ലേ അപ്പോൾ ഈശ്വരൻ. ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇത് ശരിയാവുന്നേ? കാര്യം എന്നാ? നീ ഇതല്ല എന്നെല്ലാം പറയുന്ന സമയത്ത് അപ്പോൾ ഈശ്വരൻ നിന്നെക്കാളിലും വലുതല്ലേ? അപ്പോൾ ഈശ്വരൻ്റെ സത്തെന്ന് പറയുന്നത്, ഈശ്വരൻ്റെ ചിത്തെന്ന് പറയുന്നത്, ഈശ്വരൻ്റെ ആനന്ദം എന്ന് പറയുന്നത് അത് നിന്നേക്കാളിലും വലുതായിരിക്കത്തില്ലേ?
അപ്പോൾ നമ്മൾ വിചാരിക്കും ശരിയായിരിക്കുമല്ലോ. അങ്ങനൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. കാര്യം ഈശ്വരനല്ലേ നമ്മളെക്കാളും വലുത്? അല്ലേ? അതെ, ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും സമ്മതിച്ചു തരുമെന്നാ. ഓക്കെ. പക്ഷേ ഇവിടെ എന്നല്ല, സത്യത്തിൽ രമണ മഹർഷി പറയുന്നതും ആചാര്യന്മാർ പറയുന്നത് എന്താണ്? ഈശജീവയോഹോ, ഈശ്വരൻ്റെയും അതേപോലെ ജീവൻ്റെയും ഈശ്വരൻ്റെയും ജീവൻ്റെയും ഇടയിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? വേഷത്തിൻ്റെ വ്യത്യാസമാണ്. അതായത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള വേഷമാണ്, ഈശ്വരന് അൺലിമിറ്റഡ് ആയിട്ടുള്ള വേഷമാണ്. ഓക്കെ. അതായത് ഉപാധിയുടെ വ്യത്യാസമാണ്. എന്താ? ഈശ്വരൻ സർവജ്ഞനാണ്, ഓക്കെ, സർവശക്തിമാനാണ്, സർവനിയന്ത്രിതാവാണ്, എല്ലാം അറിയുന്നവനാണ് എന്നതാണ് ഈശ്വരൻ്റെ ക്വാളിറ്റി. നമ്മളാരാണ്? ഒരു ജീവൻ എന്താണ്? അല്പജ്ഞനാണ്, അല്പശക്തി. നമുക്കുണ്ട്, ശക്തിയൊക്കെ ഉണ്ട്. ഈ ഈശ്വരന് പറയുന്ന എല്ലാ ക്വാളിറ്റിയും ലിമിറ്റഡ് വേസിൽ നമുക്കുണ്ട്. അപ്പം ഈ ഉപാധിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മുടെ രണ്ടുപേരുടെയും കോർ എന്താണ്? കോർ ഒന്ന് തന്നെയാണ്. ഇവിടെ ഈ അസത്തായിട്ടുള്ള ദൃശ്യമായിട്ടുള്ളതെല്ലാം എന്താണ്? നശിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെയും ദൃശ്യമായിട്ടുള്ളതെല്ലാം നശിക്കും. പിന്നെന്താണ്? മിച്ചമായിട്ടുള്ള ആ ആത്മസ്വരൂപം എന്നുള്ളത് മാത്രം മികച്ചിരിക്കും. ഉദാഹരണം പറഞ്ഞ ഒരു ഇക്വേഷനായിട്ട് എടുത്താൽ, ഒരു ചെറിയ 0 പ്ലസ് ചെറിയ 0 പ്ലസ് ചെറിയ 0 പ്ലസ് 1 ഈസ് ഈക്വൽ ടു വലിയൊരു 0 പ്ലസ് വലിയൊരു 0 പ്ലസ് വലിയൊരു 0 പ്ലസ് 1. ഒരു വലിയ 1 എഴുതി നോക്കുക. അറ്റ് ലാസ്റ്റ് എന്താണ് അതിൻ്റെ ഭാവം? 1 ഈസ് ഈക്വൽ ടു 1. മനസ്സിലായില്ലേ? ഇവിടെ ഈ ശക്തി എന്നും ബുദ്ധി എന്നും എന്നെല്ലാം പറയുന്നത് എന്താണ്? അത് എൻ്റെ ജീവൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അത് ഇൻഡിവിജ്വലിൻ്റെ ലിമിറ്റഡ് ആണെങ്കിൽ, ഈശ്വരൻ എന്താണ്? അത് ടോട്ടാലിറ്റിയിൽ നോക്കുകയാണ്. പക്ഷേ ഈ മനസ്സായിക്കോട്ടെ, ബുദ്ധി ആയിക്കോട്ടെ, ഈശ്വരൻ്റെ ടോട്ടൽ മൈൻഡ് ആയിക്കോട്ടെ, ടോട്ടൽ ബുദ്ധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ വിരാടായിട്ടുള്ള ഈ ലോകത്തിലെ ശരീരം തന്നെ ആയിക്കോട്ടെ, അതൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവസാനം അവശേഷിക്കുന്ന എന്താണ്? ആ സച്ചിദാനന്ദമാണ്. ഇത് ജീവൻ്റെയും ഈശ്വരൻ്റെയും തലത്തിൽ എന്താണ്? ഒന്നാണ്. ഇതിനെയാണ് തത്വമസി എന്ന് പറഞ്ഞു വെക്കുന്നത്. തത്വമസി എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് സുധീർ ചൈതന്യ അയ്യപ്പനുമായിട്ട് ഒന്നാണെന്നുള്ള ലൈനിലല്ല. എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം, ആ ചൈതന്യം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ തമ്മിൽ വ്യത്യാസമില്ലേ? ഉണ്ട്. ഏത് രീതിയിൽ? എൻ്റെ ശരീരമനോബുദ്ധിയുടെ രീതിയിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ശരീരമനോബുദ്ധിയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ കോർ ആസ്പെക്റ്റ് എന്താണെന്ന് നോക്കിയാൽ നമ്മളെല്ലാവരും എന്താണ്? സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമാണ്. അതാണ് എൻ്റെ കാര്യം. ഓക്കെ. അല്ലാതെ നോക്കിയാലോ നമ്മൾ കുടുംബമാണോ, എന്തെങ്കിലും ബന്ധമുണ്ടോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തുപോലുമില്ല. പക്ഷേ നമ്മളെ ലിമിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ശരീരമനോബുദ്ധിയെ എടുത്ത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? ഇത് കൊണ്ടുവരാനാണ് പണ്ട് യൂണിഫോം കൊണ്ടുവന്നതെന്നാണ്. അതെന്താ? ഇപ്പം വേഷങ്ങളുടെ പകിട്ടിനനുസരിച്ച് കുട്ടികളിലൊരു വ്യത്യാസം ഫീൽ ചെയ്യാതിരിക്കാൻ നമുക്ക് തുണി ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ്? എല്ലാവർക്കും ഒരേ കണക്കത്തെ വേഷം കൊടുത്തു. സത്യത്തിൽ യൂണിഫോം എന്താണ്? എല്ലാവരും ഒന്നാക്കുന്നതാണ്. ഇവിടെ ആ വേഷവും കളഞ്ഞിട്ട് എന്താണ്? ശരീരമാകുന്ന വേഷവും കളഞ്ഞിട്ട്, മനസ്സാകുന്ന വേഷവും കളഞ്ഞിട്ട്, ബുദ്ധിയാകുന്ന വേഷവും കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ അവശേഷിക്കുക? ഞാൻ. അപ്പം ഈശ്വരനും ജീവനുമായിട്ടുള്ളത് എന്താണ്? അവര് വേഷത്തിൻ്റെ രീതിയിൽ പ്രശ്നമുണ്ട്. എന്താ? വ്യത്യാസമുള്ള കണക്ക് തോന്നും. പക്ഷേ കേവലം എന്താണ്? എല്ലാത്തരത്തിലുള്ള വ്യത്യാസത്തിൽ നിന്നും വിട്ടിട്ട് എന്താണ്? നമ്മൾ ഒന്ന് തന്നെയാണ് എന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ സാഗരം, വലിയ തിരയുണ്ട് സാഗരത്തിൽ. ഓക്കെ. അതേപോലെ ചെറിയ തിരയുണ്ട്. ഞാൻ ചെറിയ തിരയാണ്, നിങ്ങൾ വലിയ തിരകളാണെന്ന് വെക്കുക. ഇനി അതിൻ്റെ അടുത്തൊരു തലമാണെന്ത്? തിരയുണ്ട്, അതേപോലെ തന്നെ സാഗരമുണ്ട്. അപ്പോൾ ഈ സാഗരം എന്ന് പറയുന്നത് ഈശ്വരനായിട്ട് എടുക്കാം, അതിൻ്റെ അകത്തെ തിരയാണ് നമ്മളെന്ന് എടുക്കാം. പക്ഷേ ഈ സാഗരവും വെള്ളമാണ്, തിരയും വെള്ളമാണ്. അപ്പോൾ സാഗരം എന്നുള്ള ആ പെർസ്പെക്റ്റീവ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ, തിരയിൽ നിന്നുള്ള ആ സാധനം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വെള്ളം മാത്രം അവശേഷിക്കും എന്നുള്ളതാണ് ഇതിനെ സാധൂകരിക്കാനുള്ള ഒരു ഉദാഹരണം. എന്നിട്ടെന്താണ്? 25ാമത്തെ ശ്ലോകം. വേഷഹാനത സ്വാത്മദർശനം വേഷഹാനത സ്വാത്മദർശനം ഈശദർശനം സ്വാത്മരൂപതഃ
ഈശദർശനം സ്വാത്മരൂപതഃ. ഒരുമിച്ച്. വേഷഹാനത സ്വാത്മദർശനം ഈശദർശനം സ്വാത്മരൂപതഃ. എന്താണ്? ഈ കണ്ടീഷനിങ് ഉപേക്ഷിക്കുകയാണ് ആത്മസാക്ഷാത്കാരം. എന്താണ് സ്വാത്മദർശനം? ആ വേഷത്തിനെ കളയുക എന്നുള്ളതാണ്. നമ്മളെ ഇപ്പം കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മളെ ഇപ്പം ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വേഷങ്ങളെ കളയുക എന്നുള്ളതാണ് ആത്മസാക്ഷാത്കാരം. ഈ താൻ, ആത്മാവ് തന്നെയാണ് ഈശ്വരൻ എന്ന ദർശനം. ഇതാണ് ഈശ്വര ദർശനം. അതായത് ഞാൻ ആരാണെന്ന് കൃത്യമായിട്ട് അറിയുന്നത് തന്നെയാണെന്ത്? ഈശ്വര ദർശനം. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് വേറെ എന്തിനെയോ നോക്കി കാണുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ. ഈശ്വര ഭക്തന്മാർക്കൊക്കെ ഞെട്ടലുണ്ടാക്കും. കാര്യം എന്നാ? ഭക്തന്മാരിൽ എപ്പോഴും എന്താണ്? അവിടെ ഭഗവാനുണ്ട്, ഞാൻ ആ ഭഗവാനെ കാണണം എന്നുള്ളതാണ്. ഒരു പോയിന്റിൽ നമ്മൾ ഈ ശ്ലോകത്തിൽ, അടുത്ത ശ്ലോകത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് നമ്മൾ കാണും, ഈവൻ ആ ഭഗവാന്റെ ദർശനം പോലും എന്താണ്? അതൊരു രൂപം ഉണ്ടെങ്കിൽ നശിക്കുന്നതാണ്. ശരി, നമ്മൾ ഭക്തിയോഗം വന്ന സമയത്ത് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ രൂപം പോലും നശിക്കും എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ കണ്ടീഷനിങ് ഉപേക്ഷിക്കുക എന്നത് ബോഡി, സെൻസ്, മൈൻഡിനെ കളയുക എന്നല്ല. പിന്നെയോ അതിനോടുള്ള അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആ താതാത്മ്യത്തിനെ ഉപേക്ഷിക്കൂ എന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഇന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും, ഓക്കെ, ഈ ക്ലാസ് എടുക്കുന്ന ഞാൻ ഉൾപ്പെടെ, ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഉൾപ്പെടെ, നമ്മൾ ഈ മനോബുദ്ധി അഹങ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇവിടെ പ്രവർത്തിക്കുക. ഓക്കെ. ഇത് എത്രത്തോളം ഒരച്ചൊരച്ച് കളയണം, അതിനാണ് കർമ്മയോഗത്തിനെ പറ്റിയും ഭക്തിയോഗത്തിനെ പറ്റിയും അതേപോലെ തന്നെ രാജയോഗത്തിനെയും നേരത്തെ സൂചിപ്പിച്ചത്. അത് കൃത്യമായിട്ട് കടന്നു വരുന്ന സമയത്ത് അതിൽ കൂടെ നേരിട്ട് നമുക്ക് ഉയരാൻ പറ്റുമെങ്കിൽ കൂടെയും എന്താണ് ഈ ഒരു കണ്ടീഷനിങ് നമുക്ക് കളയണമെന്നുണ്ട് എങ്കിൽ, വിചാരത്തിൽ ഇങ്ങനെ ഈ കണ്ടീഷനിങ് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ശുദ്ധി ഉണ്ടാകണം. അതിനെന്താ? കർമ്മയോഗം ചെയ്യണം, ഭക്തിയോഗത്തിൽ കൂടി വരണം. ഓക്കെ. ഇത് കളയുമ്പോൾ ആ സച്ചിത് സ്വരൂപമായ ശരിക്കുള്ള ആത്മാവ് തെളിയും. ഞാൻ ഈ ശരീര മനോബുദ്ധി അല്ല എന്നറിയുന്ന സമയത്ത്, ഇങ്ങനത്തെ ആൾക്കാരെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അതായത് നിസർഗദത്ത മഹാരാജനെ പറ്റി ഒരു കഥ പറയും. അതായത് ഇദ്ദേഹം ബീഡി തെറുപ്പുകാരനായിരുന്നു എന്നാണ്. കേട്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ബീഡി തെറുപ്പുകാരനായിരുന്നു എന്നാണ്. അപ്പോൾ കൂട്ടുകാരൻ ആരാണ്ടോ പറഞ്ഞേടാ ഇങ്ങനൊരു സത്സംഗം ഉണ്ട്, നീ വാ നമുക്ക് കേൾക്കാൻ പോവാന്ന് പറയും. കാരണം ഇദ്ദേഹം കൂട്ടുകാരൻ്റെ കൂടെ പോകും. ആദ്യമായിട്ട് കേൾക്കാൻ പോകും ഇങ്ങനത്തെ ഒരു സംഭവം. അവിടെ ചെല്ലുമ്പോൾ ഗുരു ഇങ്ങനെ ലോജിക്ക് വെച്ചിട്ട് പറയും, നീ ആത്മസ്വരൂപിയാണ് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് മോക്ഷം ഉണ്ടായിരുന്നു. ഇദ്ദേഹം അതിലേക്ക് ഉയർന്നു എന്നാണ്. കാര്യം എന്നാ? അത്രയും പ്യുവറായിരുന്നു. ഇനി ഗുരുവിൻ്റെ ആ ഒരു ഉപദേശം എന്ന് പറയുന്ന ഒരു ചെറിയ പുഷില്ലേ, അതിൻ്റെ മാത്രമേ മിച്ചം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ടോ? ഉണ്ട്. നമ്മളൊക്കെ എത്ര കാലമായിട്ട് ഇത് കേൾക്കുക അല്ല. ആവശ്യമുണ്ട്. വീണ്ടും പുനഃ നമ്മളിത് കേട്ടുകൊണ്ടേയിരിക്കണം. കാര്യം കേട്ടിരിക്കുന്ന സമയത്ത് ഒരു സമയത്ത് ഇത് മിന്നും, കത്തും. ആ കത്തുന്ന സമയത്ത് നമ്മളിത് എങ്ങനെയാകണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ പല രീതിയിൽ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. കാര്യം എന്നാ? ഇന്ന് എനിക്ക് ക്ലാസ് എടുക്കേണ്ടത് കൊണ്ട് ഞാൻ പല ലോജിക്കുകൾ ചിലപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതും എൻ്റെ മനസ്സിൻ്റെ ലെവലിലാണ്, എൻ്റെ ബുദ്ധിയുടെ ലെവലിലാണ്. ഇവിടെ ഇവർ ഈ പറയുന്നത് മനസ്സിൻ്റെയും ബുദ്ധിയുടെ ലെവലിനെ പറ്റിയല്ല, അതിനെയും അതിക്രമിച്ചിട്ടുള്ള അടുത്ത തലത്തിലാണ് എന്ന് മനസ്സിലാക്കണം. എനിക്ക് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇതിനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ സച്ചിത് സ്വരൂപമായിട്ടുള്ള ആത്മാവ് അത് ഓട്ടോമാറ്റിക്കലി തെളിയും. എപ്പോഴാണ് തെളിയുക? ഞാൻ ഈ മനസ്സല്ല, ശരീരമല്ല, ബുദ്ധിയല്ല എന്നറിയുന്ന സമയത്ത് ഞാൻ എന്നും അവിടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് വരും. ഓക്കെ. ചോദ്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭഗവാനെ രൂപത്തിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ട്രൂ നേച്ചർ ആണോ എന്ന് ചോദിച്ചാൽ ഈ അവസരത്തിൽ നമ്മൾ പറയാം അല്ല എന്ന് പറയും. ഈ അവസരത്തിലാണ്. ഇതുവരെയുള്ള ഉപദേശസാരത്തിൻ്റെ എല്ലാ ക്ലാസ്സുകളും കേട്ടതിന് ശേഷം ഇവിടെ വരുമ്പോൾ അല്ല എന്ന് പറയും. കാര്യം എന്താ? കാര്യം ഫോമും, അതായത് ഒരു രൂപവും പെരിഷബിളാണ്.
അപ്പോൾ എന്തിനാണ് നമ്മൾ ഭഗവാനെ ഒരു രൂപത്തിൽ കാണുന്നത്? നിങ്ങൾ ചോദിക്കാൻ പാടില്ല. കാര്യം എന്നാ? നമ്മൾ ഉപാസനയുടെ താല്പര്യം കണ്ടായിരുന്നു. ശാസ്ത്രവിധി പ്രകാരം നിരന്തരം ഏകചിന്തയോടെ തൈലധാരവത്ത് മനസ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ ശാസ്ത്രം നമുക്ക് കൽപ്പിച്ചു തന്നതാണ് ഈ രൂപവും ഭാവവും എന്ന് നമ്മൾ അന്ന് അവിടെ കണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഉപാസനയിൽ തന്നെ എന്താ നികൃഷ്ട വസ്തുനി ഉത്കൃഷ്ട വസ്തു ആരോപം എന്ന് നമ്മൾ ഉപാസനയിൽ കണ്ടായിരുന്നു. ഈ വിളക്കിനെ നമുക്ക് എന്തായിട്ട് കാണാം? നമുക്ക് ഭഗവതിയായിട്ട് കാണാൻ പറ്റും. നികൃഷ്ട വസ്തുവായിട്ടുള്ള ഈ വിളക്കില്, വിളക്ക് നികൃഷ്ടോ, മലയാളത്തിൽ നികൃഷ്ടമല്ല, അതൊക്കെ ദേവിയെ വെച്ച് നോക്കുമ്പോൾ നികൃഷ്ടമായിട്ടുള്ള ഈ വിളക്കില് ആ ദേവിയെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അതിനെ ആരോപിക്കും, നമ്മളതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യും. എന്നിട്ടോ ആ ദേവിക്ക് വേണ്ടിയിട്ടുള്ള പൂജയായിട്ട് ഐശ്വര്യ പൂജ നമ്മൾ ഈ വിളക്കെങ്കിൽ ചെയ്യും. എന്തിനാണ്? നമ്മുടെ മനസ്സിനെ ഉയർത്താൻ. പക്ഷെ ഓർക്കുക, ഒരിക്കലും ഈ വിളക്കോ അല്ലെങ്കിൽ ഒരു കണ്ണാടിയോ അല്ലെങ്കിൽ ഒരു രൂപമോ എന്താണ്? അത് ഈശ്വരനല്ല. ഈശ്വരൻ അതിലും അപ്പുറത്താണ്. അല്ലെങ്കിലോ ഇതിനെല്ലാത്തിനും കാരണമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഈ ഈശ്വരനെ അറിയുക എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ്? എന്നെ അറിയുന്നതാണ്. റീക്യാപ്പ് എടുത്താൽ വേഷഹാനത, അതായത് ഉപാധികളില്ലാതെയാക്കുമ്പോൾ സ്വാത്മദർശനം, ആത്മദർശനം ഉണ്ടാകും. അതായത് ഉപാധികളൊക്കെ കളയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആത്മാവ് അവിടെ തെളിയും. ഈ എസൻസ് ഓഫ് ജീവ ആൻഡ് ഈശ്വര ഇത് രണ്ടും ഒന്നായതുകൊണ്ട് തന്നെ ഈ ആത്മദർശനം എന്ന് പറയുന്നത് എന്താണ്? അത് ഈശ്വര ദർശനം തന്നെയാണ്. നിങ്ങൾ ഈശ്വര ദർശനം വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? തപോവൻ സ്വാമി. ഇത് തന്നെ ഈശ്വര ദർശനം എന്ന് പറഞ്ഞാൽ എവിടെയോ പോയി കാണുന്നതല്ല. തപോവൻ സ്വാമിയുടെ ആത്മാത തന്നെ എങ്ങനെയാണ്? അതാണത്, ആത്മാതയാണത്. ഓക്കെ, ആലോചിച്ച് നോക്കൂ. അതായത് ഈശ്വര ദർശനം എന്താണ്? അത് സ്വാത്മദർശനം തന്നെയാണ്. എന്തുകൊണ്ടാണ്? ടെക്നിക്കലി പറഞ്ഞാൽ എന്താണ്? ജീവന്റെയും ഈശ്വരൻ്റെയും എസൻസ് ഒന്നായതുകൊണ്ട് തന്നെ ആ വേഷങ്ങൾ എടുത്ത് മാറ്റി കഴിയുമ്പോൾ ജീവദർശനം അല്ലെങ്കിൽ ജീവന്റെ ആത്മദർശനം എന്ന് പറയുന്നത് സത്യത്തിൽ ഈശ്വര ദർശനം തന്നെയാണ്. ഓക്കെ, ഇനിയോ ഈശ്വരന് സ്വാത്മദർശനത്തിനെ വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം. എന്താണ്? ആത്മദർശനം എന്നും തിരിക്കാം, സ്വ ആത്മദർശനം തിരിക്കാം. എന്താണ്? ഒന്ന്, ഈശ്വരൻ അസ് യുവർ റിയൽ നേച്ചറായിട്ട് കാണാം. ഈശ്വരനെ നമ്മുടെ റിയൽ നേച്ചറായിട്ട് അറിയാം. ഭക്തൻ അങ്ങനെ ആയിരിക്കും കാണാം. ഞാനും ഭഗവാനും ഒന്ന് തന്നെ, എന്താണ്? അനന്യ ഭക്തി, രണ്ടില്ലാത്ത ഭക്തി എന്നുള്ള രീതി. അതല്ലെങ്കിൽ വേദാന്തി പറയുന്നത് കണക്ക് തന്നെ സ്വ ആത്മദർശനം, അങ്ങനെ കാണാം. അല്ലെങ്കിൽ ഈശ്വരൻ്റെ റിയൽ നേച്ചർ കാണാം. ഈ രീതിയിൽ നമുക്ക് ഭാഷ എടുത്തിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഒറ്റ കാര്യം ഓർത്താൽ മതി. എന്താണ്? നിന്റെ ഉപാധി മാറുന്ന സമയത്ത്, ഈശ്വരൻ്റെ ഉപാധി മാറുന്ന സമയത്ത് അവസാനമായിട്ട് എന്തുണ്ടാകും? ആ ഞാൻ മാത്രം അവശേഷിക്കും. സത്ത് ചിത്ത് സ്വരൂപമായിട്ടുള്ള ഞാൻ മാത്രം അവശേഷിക്കും. അതിനെ കാണുന്നതാണെന്ത്? ഈശ്വര ദർശനം. ടാടാങ്. അപ്പോൾ ഒരു ചോദ്യം വരും. എന്താ ചോദ്യം? എങ്ങനെയാണ് ആത്മാവിനെ കാണാൻ പറ്റുക? കാര്യം എന്നാ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യദൃശ്യം തജ്ജടം. കാണാൻ പറ്റുകയാണ് എങ്കിൽ അത് ജഡമായി മാറും എന്നാണ്. മനസ്സിലായില്ലേ? കാണുന്നത് ജഡമാകുന്നു. ആത്മാവ് വസ്തു അല്ലല്ലോ. അത് സാധകന്റെ സബ്ജക്റ്റ് അല്ലേ? അപ്പൊ യദൃശ്യം തജ്ജടം തന്നശ്വരം തന്മിഥ്യ തൻ അസത്ത് എന്നെല്ലാം ഇന്നലത്തെ ക്ലാസ്സിലിരുന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് പറയാണ് ഇത് തന്നെയാണെന്ത്? ആത്മാവിനെ ദർശിക്കുന്നതാണ് ഈശ്വര ദർശനം. അപ്പൊ ഈശ്വരൻ തന്നെ ഇല്ല എന്നെല്ലാം പറയുകയും ചെയ്തു. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിനെ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമായില്ലേ? അപ്പൊ എന്താ ഈ ആത്മദർശനം? അതാണ് 26ാമത്തെ ശ്ലോകം. എന്താണ്? ആത്മസംസ്ഥിതി സ്വാത്മദർശനം, ആത്മസംസ്ഥിതി സ്വാത്മദർശനം, ആത്മനിർദ്വയാത് ആത്മനിഷ്ഠത, ആത്മനിർദ്വയാത് ആത്മനിഷ്ഠത. ഒരുമിച്ച്. ആത്മസംസ്ഥിതി സ്വാത്മദർശനം, ആത്മനിർദ്വയാത് ആത്മനിഷ്ഠത. ആത്മാവ് ദ്വൈതമില്ലാത്തതിനാൽ, രണ്ടില്ലാത്തതിനാൽ ആത്മാവിൽ വസിക്കുന്നത് തന്നെയാണെന്ത്? ആത്മദർശനം. ഇതൊരു പറച്ചിൽ മാത്രമാണ്. എന്ത്? ആത്മദർശനം. സത്യത്തിൽ എന്താ ആത്മദർശനം? ആ ആത്മാവിൽ വസിക്കുന്നത് തന്നെയാണ്. അത് തന്നെയാണ് ആത്മാവിൽ നിഷ്ഠ. നമുക്ക് ഞാൻ ആത്മസ്വരൂപിയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് ഉയരുന്നതാണെന്ത്? ഞാൻ ആത്മാവിനെ ദർശിച്ചു, ഈശ്വരനെ ദർശിച്ചു എന്ന് പറയാം.
ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെ ഈശ്വരനെ ദർശിക്കുക? ഈ കാണുന്നതെല്ലാം ഈശ്വരനാണെന്നുള്ള ബോധ്യത്തിലേക്ക് ഉയരുന്നതാണ്. നമ്മൾ ആ കഥ കേട്ടിട്ടില്ലേ? അതായത് ഒരാളിങ്ങനെ രാത്രിയിൽ, ഒരു വലിയ ഭക്തൻ രാത്രിയിൽ ഇങ്ങനെ നടന്ന് ഒരു സ്ഥലത്തെത്തിയെന്നാണ്, ഒരു സത്രം കണക്കുള്ള കാട്ടിലുള്ള ഏതൊരു സ്ഥലത്തെത്തിയെന്നാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട്. അപ്പോൾ ആ ശിവക്ഷേത്രം കണ്ടിട്ട് അദ്ദേഹത്തിന് സന്തോഷമായി അവിടെ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അവിടെ ചെല്ലുമ്പോഴാണ് ഒരാൾ, ഒരു വേഷം അല്ലെങ്കിൽ ഇങ്ങനെ പാറിപ്പറഞ്ഞ് നടക്കുന്ന ഒരു ഭിക്ഷാടകനെ പോലുള്ള ഒരാൾ അവിടെ എന്താണ് ഇങ്ങനെ ഭഗവാന്റെ ശിവലിംഗത്തിലേക്ക് അയാളുടെ കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് കിടന്നുറങ്ങുന്നു. അങ്ങനെ കിടന്നുറങ്ങുന്നു. ഇയാളുടെ ചങ്ക് തകർന്നു പോയി. ഈശ്വര ഭഗവാനെ എങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് ആ മര്യാദയ്ക്ക് സുഖത്തോടുകൂടി കിടന്നുറങ്ങിയ ആളെ ഇയാൾ വിളിച്ച് എണീപ്പിച്ചു എന്നാണ്. അത് ഇയാളെ വന്നത് എന്നാ പറ്റി എന്ന് ചോദിക്കാൻ പറയും, ഇങ്ങനെ പാപം ചെയ്യാൻ പാടുണ്ടോ? എന്താണ് ഈ ഭഗവാന്റെ മേളിലാണോ ഈ കാല് വെച്ച് കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ദേഷ്യം വന്നിട്ട്, അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഇല്ലാത്തടത്തേക്ക് എൻ്റെ കാലെടുത്ത് മാറ്റി വെച്ചിട്ട് താൻ കിടന്നുറങ്ങിക്കോളാം. ഇയാൾ ഈ കാലെടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റുമ്പോൾ അവിടെയും ശിവലിംഗം വന്നു എന്നാണ്. ഇങ്ങനെ കഥ. താല്പര്യം എന്താ? ഭഗവാൻ ഇല്ലാത്ത ഒരിടത്തേക്ക് എനിക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത് നമ്മൾ ടെക്നിക്കലി അറിഞ്ഞാലും നമ്മളിത് അറിയുന്നുണ്ടോ ഇപ്പം? ഇല്ല. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാ തോന്നിവാസം ചെയ്യുന്നത്. നമ്മൾ എല്ലാം ഒരാൾ കാണുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിക്കുന്നുണ്ടല്ലോ. ഞാനുൾപ്പെടെ, നിങ്ങളുൾപ്പെടെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ട്, ഉറപ്പായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കാണിക്കുന്നതിൻ്റെ കാര്യം എന്നാ? അതിൽ നിഷ്ഠയില്ലാത്തത് കൊണ്ടാണ്. അതിൽ നിഷ്ഠയുണ്ട് എങ്കിൽ എന്താണ്? ഞാൻ ആത്മദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ആ ഈശ്വര ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ കാണുകയല്ല. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെയോ ഇതെല്ലാം അത് തന്നെയാണ് എന്നറിഞ്ഞ് അതിലുറച്ച് നിൽക്കുന്നത് തന്നെയാണ് എന്ത്? ആത്മദർശനം. കാര്യം എന്താണെന്നറിയാമോ? ആത്മാവിനെ കാണുക, അറിയുക എന്നാൽ അവിടെ രണ്ടുണ്ട് എന്നുള്ളൊരു കാര്യം വരാൻ സാധ്യതയുണ്ട്. ആ രണ്ടുള്ളത് വരാൻ സാധ്യമല്ല. കാര്യം എന്താ? സാധാരണ കാഴ്ച, കാണൽ, അല്ലെങ്കിൽ കാണുന്ന ആൾ, കാഴ്ചയ്ക്ക് പാത്രമാകുന്ന ആ ദൃശ്യം, ദൃക്ക് എന്ന രണ്ട് വേണം എന്നാണ്. ഇവിടെ ഇപ്പോൾ സപ്പോസ് ആത്മാവിനെ കാണാൻ വേറൊരു ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവിനെ കാണാൻ വേറൊരു ആത്മാവ് വരണം, എന്നിട്ട് ആ ആത്മാവിനെ കാണാൻ വേറൊരു ആത്മാവ് വരണം, എന്നിട്ട് ഇപ്പം കാണുന്ന ആത്മാവിനെ കാണാൻ ഇങ്ങനെ പോയിട്ട് അനവസ്ഥാദോഷം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ആചാര്യന്മാർ പറയുക? വിഷൻ ഓഫ് സെൽഫ്, ആത്മദർശനം എന്ന് പറയുന്നത് ആത്മാവിലുള്ള നിഷ്ഠയാണ്. വേദാന്തത്തിൽ ദർശനം എന്നത് ദൃഗ്ദൃശ്യ ഭേദമില്ലാത്ത അറിവാണ്. ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ ഞാനായി അറിയുന്നു എന്നാണ് ഇതിൻ്റെ താല്പര്യം. ഞാൻ ആത്മാവിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആത്മാവാണ് എന്ന ബോധ്യത്തിൽ, ഞാൻ ആ ബോധ്യത്തിൽ അറിയുന്നു, അതിൽ എക്സ്പീരിയൻസ് ആകുന്നു എന്നുള്ളതാണ്. ഇതാണ് പണക്കാരൻ രാത്രിയിൽ ദരിദ്രനാണ് എന്ന് സ്വപ്നം കണ്ടു. ഓക്കെ, അയാൾ ആ ദാരിദ്ര്യത്തിൽ കൂടെയൊക്കെ ഓടി നടന്ന് കഷ്ടപ്പെട്ട് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടി ഉഴറി. ആ സമയത്താണ് ഞെട്ടി എണീറ്റത്. അയാൾ ഞെട്ടി എണീറ്റ സമയത്ത് അയാൾ ഇങ്ങനെ ഞാൻ പണക്കാരനാണ് എന്ന് കാണേണ്ട കാര്യമില്ല. അയാൾ പണക്കാരനാണെന്ന് അറിയുകയാണ്. അല്ലാതെ ഞാനിങ്ങനെ നോക്കിയിട്ടാണോ മനസ്സിലാക്കുന്നത്? അല്ല, അയാൾ ബോധ്യത്തിലേക്ക് ഉണർന്നാൽ പിന്നെ ഞാൻ പണക്കാരനാണെന്ന് അയാളങ്ങ് അറിയുകയാണ്. ഓക്കെ, ഇതേപോലെ ആത്മദർശനം എന്ന് പറയുന്നത് എന്താണ്? ആത്മനിഷ്ഠയാണ് എന്ന് മനസ്സിലാക്കും. രണ്ടാത്മാവില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ നമുക്ക്? അത് നിങ്ങൾ പറഞ്ഞല്ലോ, ഒരാത്മാവ് വേറെ, വേറൊരാത്മാവ് വേറെ. അങ്ങനെ നമുക്ക് ആ രണ്ടാത്മാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? 27ാമത്തെ ശ്ലോകം. ജ്ഞാനവർജിത ജ്ഞാനഹീനചിത് ജ്ഞാനവർജിത ജ്ഞാനഹീനചിത് ജ്ഞാനമസ്തി കിം ജാതുമന്തരം ജ്ഞാനമസ്തി കിം ജാതുമന്തരം ജ്ഞാനവർജിത ജ്ഞാനഹീനചിത് ജ്ഞാനവർജിത ജ്ഞാനഹീനചിത് ജ്ഞാനമസ്തി കിം ജാതുമന്തരം. എന്താണ് ബോധം? ബോധം നമ്മൾ ഒരുമിച്ച് ചൊല്ലിയല്ലോ. ഓക്കെ, ബോധം പോയി. ബോധം, അതായത് ശ്രദ്ധിച്ചോണേ, ഇത് രസകരമായിട്ടുള്ളൊരു ചിന്തയാണിത്. ബോധം
വസ്തുക്കളുടെ അജ്ഞതയെക്കുറിച്ചുള്ള ചിന്തയും വസ്തുക്കളുടെ ഉണ്മയെക്കുറിച്ചുള്ള ചിന്തയ്ക്കും അപ്പുറമാണ്. എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ബോധമെന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് ജ്ഞാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് രണ്ട് ജ്ഞാനമില്ല, ഒരേ ഒരു ജ്ഞാനമേ ഉള്ളൂ എന്ന് പറയാൻ പോവാണ്. എങ്ങനെയാണത് പറയുന്നത് കേട്ടോണം. അതായത് ബോധം എന്ന് പറയുന്നത് എന്താണ്? വസ്തുക്കളുടെ അജ്ഞതയെക്കുറിച്ചുള്ള ചിന്തയും വസ്തുക്കളുടെ ഉണ്മയെക്കുറിച്ചുള്ള ചിന്തയ്ക്കും അപ്പുറമാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന മൈൻഡ് ലെവൽ ബോധത്തിനെ പറ്റി അല്ല ഇവിടെ പറയുക എന്നാണ് പറയാം. ഇനിയോ ആത്മാവിനെ അറിയാൻ ബോധമല്ലാതെ മറ്റെന്തെങ്കിലും അറിവുണ്ടോ, വേറെ ആത്മാവുണ്ടോ? അങ്ങനെ ഉണ്ടാകില്ല. ഓക്കെ, ജാതുമന്തരം, അങ്ങനെ ജ്ഞാനമസ്തിക്കും ജാതുമന്തരം അങ്ങനെ ഉണ്ടാവില്ല. എന്താണ്? നമുക്കറിയാവുന്നതിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആക്കാം. അങ്ങനെ രണ്ട് കാറ്റഗറിയിലേക്ക് ക്ലാസിഫൈ ചെയ്യാവേ. ശ്രദ്ധിച്ചിരുന്നോണം. എന്താണത്? നമുക്ക് അറിയാവുന്നതിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണത്? ഒന്ന്, എനിക്ക് അറിയാവുന്നത്. ഇതാണ് ഒരു കാറ്റഗറി. അപ്പം എനിക്ക് എന്തൊക്കെ അറിയാം? സുധീർ ചൈതന്യയുടെ ഡ്രസ്സിൻ്റെ നിറം മഞ്ഞയാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ. ഇനിയോ എനിക്ക് അറിയാത്തത് എന്ന് പറയുമ്പോഴോ സത്യത്തിൽ അതെന്താ അവിടെ നടക്കുന്നത്? വാട്ട് ഐ ഡു നോട്ട് നോ എന്ന് മാത്രമല്ല, എനിക്കറിയില്ല എന്നറിയാത്തതാണ്. എന്താ ഒന്നുകൂടെ പറഞ്ഞേ. അതായത് ഒന്ന് എനിക്കറിയാവുന്നത്, അതേപോലെ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, എനിക്ക് ചില കാര്യങ്ങൾ എനിക്കറിയില്ല എന്നും എനിക്കറിയാം. എന്താ പറഞ്ഞേ? രണ്ട് കാര്യങ്ങൾ. ഒന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, വേറൊന്ന് എനിക്ക് ചില കാര്യങ്ങൾ അറിയില്ല എന്നും എനിക്കറിയാം. ഇന്ത്യയുടെ തലസ്ഥാനം എന്തുവാ? ന്യൂഡൽഹി. ഹംഗറിയുടെ തലസ്ഥാനം എന്തുവാ? അതെനിക്ക് അറിയത്തില്ല എന്നെനിക്ക് ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? അതാണ് കാര്യം. അതായത് എനിക്ക് ജ്ഞാനത്തിനെ പറ്റിയും എനിക്കറിവുണ്ട്, എനിക്ക് അജ്ഞാനത്തിനെ പറ്റിയും എനിക്കറിവുണ്ട്. ഓക്കെ, ഈ രണ്ടറിവും എവിടാ നടക്കുന്നത്? എൻ്റെ മനസ്സിൻ്റെ തലത്തിലാണ്. ഈ ബോധം എന്ന് പറയുന്നത് ഇതിനും അപ്പുറത്താണ്. കാര്യം എന്നാ? ഈ മനസ്സിൻ്റെ തലത്തിലുള്ളത് എന്താണ്? അത് നശിക്കുന്നതാണ്. അതായത് ഇവിടെ എന്താണ്? എനിക്കറിയാവുന്നതും എനിക്കറിയില്ല എന്നറിയുന്നതും എനിക്കറിയാം. ഇതാരാ അറിയുന്നത്? ഇത് രണ്ടും അറിയുന്നതായിട്ടുള്ളതൊന്നുണ്ട്. ആ ബോധമാണ് ഞാൻ. ഇതാണ് പോയിന്റ്. ഓക്കെ, ഞാൻ കോൺഷ്യസ് ആണ്. എന്തില്? എൻ്റെ അറിവിനെയും അറിവില്ലായ്മയും തെളിയിക്കുന്നതും എന്താണ്? ഈ ജ്ഞാനമാണ് എന്നാണ്. ചിലപ്പോൾ ചില അറിവുകൾ അറിവില്ലായ്മയാകും. എൻ്റെ ചില അറിവുണ്ട്, അത് പൊട്ട അറിവില്ലായ്മയായിരിക്കും. ഉദാഹരണം, സൂര്യൻ കിഴക്കുദിക്കുന്നു. ഇത് അറിവാണോ അറിവില്ലായ്മയാണോ? ഇത് പല തലത്തിലും മാറും. അതായത് ഒരു കൊച്ചുകുട്ടിക്ക് അതൊരു അറിവാണെങ്കിൽ, നമ്മളിപ്പോഴും സൂര്യൻ കിഴക്ക് തന്നെയാണ് ഉദിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അറിവില്ലായ്മയും കൂടിയാണ്. കാര്യം എന്താ? നമ്മൾ പിന്നെപ്പോഴോ പഠിക്കുന്നുണ്ട് ഏതൊരു സമയത്ത് സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. ഓക്കെ, അപ്പം ഇത് അറിവാകും ചില സമയത്ത്, എൻ്റെ അറിവ് ചില സമയത്ത് അറിവില്ലായ്മയും ആകും. ഓക്കെ, ഇതിനെ എന്താണ്? ഒരേ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. എന്ത്? ഒരിക്കലും അറിവില്ലായ്മയായി മാറാത്തത്. ഒരിക്കലും അത് തെറ്റായിട്ട് മാറില്ല. അത് ഏതറിവാണ്? എന്നെ പറ്റി അറിഞ്ഞത്. ഇനി വീട്ടിൽ പോയിരുന്ന് ചിന്തിക്കേണ്ട, നമ്മൾ അനുഭവിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം, എപ്പോഴെങ്കിലും ഞാൻ എന്നുള്ള ആ ബോധ്യം അത് തെറ്റായി പോയിട്ടുണ്ടോ? അയ്യോ സത്യത്തിൽ ഇത് ഞാനല്ല കേട്ടോ, ഇത് വേറൊരാളാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും അങ്ങനെ തോന്നാൻ പറ്റില്ല. ഇല്ല, കത്തില്ല. ഒന്നും പറയാം. എനിക്ക് ചിലപ്പോൾ തലയ്ക്കൊരു അടി കിട്ടിക്കഴിയുന്ന സമയത്ത് എൻ്റെ പേരെന്താണ് എന്ന് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും. ഞാൻ ചിലപ്പോൾ എൻ്റെ പഴയ പേര് പറഞ്ഞുകൊണ്ട് നടക്കും, അല്ലെങ്കിലോ ഇപ്പോഴുള്ള എൻ്റെ പേര് പറയും. അല്ലെങ്കിൽ ഞാൻ സത്യത്തിൽ സുധീർ ചെയ്യുന്നില്ല, എനിക്ക് വേറെ നല്ലൊരു പേരില്ലായിരുന്നോ ഇന്ന് വരെ ഞാൻ ചിലപ്പോൾ ചോദിക്കും. പക്ഷെ ഈ ഞാനെന്നുള്ള ബോധ്യമില്ലേ, ആ ബോധ്യം എപ്പോഴെങ്കിലും എന്നിൽ നിന്ന് പോയിട്ടുണ്ടോ? ഇല്ല. അതാണ് ആ ഞാനിലാണെന്ത് സുധീർ ചൈതന്യം എന്നുള്ളതും കെട്ടിപ്പൊക്കിയിരിക്കുന്നത്, എൻ്റെ അറിവില്ലായ്മയും കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഇതെല്ലാ കാലത്തും ആ പരംബോധം അവിടെ ഉണ്ട്. എനിക്കറിയാം, എനിക്കറിയില്ല എന്നതിൽ നിന്ന് ഭിന്നമാണ് ആ പരമമായ ബോധം.
ആത്മജ്ഞാനം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അതുകൊണ്ടാണ് ഒരു തവണ നമ്മളത് അറിഞ്ഞാൽ പിന്നെന്താണ്, അത് ഒരിക്കലും മറക്കത്തേ ഇല്ല എന്നുള്ളത്. അത് അറിഞ്ഞാൽ പിന്നെ അത് അറിഞ്ഞതുപോലെയാണെന്ന് നമ്മൾ പറയും. അതായത് ഒരു ഉദാഹരണം പറയും, ഇത് ശരിയായിട്ടുള്ള ഉദാഹരണം അല്ല. രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് ബോധം വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ മറക്കുമോ? ഇല്ല. നമ്മൾ എപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ശരീരത്തിനെ മറക്കുമായിരിക്കും, മനസ്സിനെ മറക്കുന്ന സമയങ്ങളുണ്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ എന്താണ്, ബോധം പോയ സമയത്ത് നമ്മൾ അറിയാതെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന സാധ്യത ഉണ്ടായിരിക്കാം. അല്ലെങ്കിലോ നമ്മൾ ശരീരത്തിനെ മറക്കുന്നത് കൊണ്ടായിരിക്കാം എന്താണ് ചിലപ്പം കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മറന്നിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം താഴെ പോകുന്ന കാണുമ്പോൾ കയറി അതേ പിടിക്കാൻ പോകുന്നതൊക്കെ റിഫ്ലക്സ് ആക്ഷനൊക്കെ നടക്കുന്നത്. പക്ഷേ ഞാനെന്നുള്ള ബോധം ഒരിക്കലും എന്നിൽ നിന്ന് പോകില്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ മുഖ്യ അറിവായിട്ട് വെക്കുന്നത് ഈ ചിന്തകളിൽ കൂടുള്ള അറിവാണ്. എനിക്കറിയുന്നതും അറിയാത്തതുമാണ് ഞാൻ എൻ്റെ മുഖ്യമായിട്ട് വെക്കുന്നത്. സത്യത്തിൽ അതെന്താണ്, അത് ഗൗണമാണ് എന്നാണ്. മുഖ്യമായിട്ടുള്ള അറിവ് എന്താണത്? അത് ആത്മജ്ഞാനമാണ്. ഗൗണം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി, മുഖ്യം എന്ന് പറഞ്ഞാൽ പ്രൈമറി. പ്രൈമറി അറിവ് എന്താണ്? ഞാൻ എന്നുള്ള ബോധമാണ് പ്രൈമറി അറിവ്. ആത്മജ്ഞാനമാണ് പ്രൈമറി അറിവ്. അല്ലാതുള്ള ഈ നോളേജ് ഗ്യാതറിങ് ഇല്ലേ, ഇപ്പം ഈ ഉപദേശസാരം മുഴുവൻ കാണാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് ഗൗണമായിട്ടുള്ള അറിവാണ്. ഉപദേശസാരത്തിലെ ഇത്ര ശ്ലോകങ്ങൾ, എനിക്ക് 30 ശ്ലോകങ്ങളിൽ 30 ശ്ലോകം അറിയത്തില്ല സ്വാമി എന്ന് പറയുന്നില്ലേ, അതെല്ലാം എന്താണ്? ആ അറിവും എന്താണ്? ഗൗണമാണ്. പക്ഷേ ഉപദേശസാരത്തിൽ കൂടെ ഞാൻ ആത്മസ്വരൂപിയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തുമല്ലോ, അത് പ്രഥമമായിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള അറിവാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ ഈ ബുദ്ധിയെ പോലും വസ്തുക്കളെ അറിയാൻ സഹായിക്കുന്നത് ആ ബോധമാണ് ഞാൻ. ഇതാണ് ഒരു പോയിന്റ്. 2, സ്വയം പ്രകാശിതമായ സ്വയം അറിയപ്പെടുന്ന ഞാനാണ് എനിക്കറിയാവുന്നതിനെയും എനിക്കറിയാൻ പാടില്ല എന്ന ചിന്തകളെയും പ്രകാശിപ്പിക്കുന്നത്. കാര്യം എന്താ? എനിക്കറിയാം, എനിക്കറിയില്ല എന്നുള്ളതെല്ലാം ചിന്തകളുടെ ലെവലിൽ മാത്രമാണ്. ഇതിനെ പ്രകാശിപ്പിക്കുന്നത് എന്താണ്? ഇതിനെ അറിയിക്കുന്ന എന്താണ്? യഥാർത്ഥത്തിലുള്ള ഞാനാണ്. ഞാൻ ഈ ചിന്തയിൽ നിന്നും വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമാണ്. ഓക്കെ, ഇത് ഞാൻ ബോധ്യത്തോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ് പോയിന്റ്. എന്നിട്ടോ ഇനി ആ സെൽഫ് റിയലൈസേഷനാണ് 28ാമത്തെ ശ്ലോകം. അത് ഇനി 29, 30 ശ്ലോകത്തിൽ നമ്മൾ ഈ ഉപദേശസാരം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ അത് കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, 28ാമത്തെ ശ്ലോകം. കിം സ്വരൂപമേത്യാത്മദർശനേ സ്വരൂപമേത്യാത്മദർശനേ അവ്യയാഭവ പൂർണ്ണചിത്സുഖം അവ്യയാഭവ പൂർണ്ണചിത്സുഖം കിം സ്വരൂപമേത്യാത്മദർശനേ അവ്യയാഭവ പൂർണ്ണചിത്സുഖം. എന്താണ് എൻ്റെ സ്വരൂപം? എന്താണ് കിം സ്വരൂപം? എന്താണ് എൻ്റെ സ്വരൂപം എന്ന് അന്വേഷിക്കുമ്പോൾ ആ സാക്ഷാത്കാരത്തിലേക്ക് പോകുകയും പിന്നെന്താണ്? ഞാൻ നശിക്കാത്തതും അവ്യനുമായ അജനുമായ പൂർണ്ണ ചിത്സുഖമാണ് എന്ന് അറിയുകയും ചെയ്യും. ഇതാണ് കൺക്ലൂഷൻ. എന്താണ് എൻ്റെ സ്വരൂപം? കിം സ്വരൂപം ആത്മദർശനം. ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ എന്താണ് എൻ്റെ സ്വരൂപം എന്ന് അന്വേഷിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചു വെച്ചിട്ടാണ് എന്താ എൻ്റെ സ്വരൂപം? സത്ത് ചിത്താണ് എൻ്റെ സ്വരൂപം എന്ന് പറയും. പക്ഷെ അതുകൊണ്ട് നിർത്താൻ പറ്റത്തില്ലല്ലോ, ഞാൻ ആനന്ദം കൂടെ അല്ലേ. അപ്പോൾ അതും കൂടെ ഭഗവാൻ പറയണം. അതുകൊണ്ടാണ് എന്താണ് എൻ്റെ സ്വരൂപം എന്ന് അന്വേഷിക്കുമ്പോൾ ഞാൻ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകുകയും ഞാൻ നശിക്കാത്തതും അവ്യയമായതും പിന്നെയോ അജൻ ആയതും അഭവ ആയതും പിന്നെയോ പൂർണ്ണ ചിത്സുഖവുമാണ് എന്ന് മനസ്സിലാക്കണം. എന്തൊക്കെ ഇത്? അവ്യയം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്, അഭവം എന്ന് പറഞ്ഞാൽ ജനിക്കാത്തത്, അജം ആയിട്ടുള്ളത്, അതായത് കാലപരിമിതി ഇല്ലാത്തത് എന്നുള്ളതാണ്. അതായത് ബേസിക്കലി ഇതെന്തിനെയാണ് സൂചിപ്പിക്കുക? സത്തിനെയാണ് സൂചിപ്പിക്കുക. ഞാൻ അവ്യയമായത്, അഭവമായത്, അതായത് കാലപരിമിതി ഇല്ലാത്തതാണ്. ഞാൻ അപൂർണമാണ് എന്ന് പറഞ്ഞാൽ ആപൂർണമാണ്, അതായത് ഞാൻ ദേശ വസ്തു പരിമിതി ഇല്ലാത്തതാണ്. പൂർണ്ണസ്വരൂപിയാണ് ഞാൻ.
ഈ ആത്മാവ് ദേശകാല വസ്തു പരിമിതിക്ക് ഉപരിയാണ് എന്ന് പറഞ്ഞു വെച്ചു. അതായത് നേരത്തെ പറഞ്ഞ സത്താണ് ചിത്താണെന്ന് സൂചിപ്പിച്ചു. അതുമാത്രമല്ല, ഞാൻ എന്താണ്, ഞാൻ തത് സുഖം, അത് സുഖം തന്നെ, ഞാനിത് സുഖം തന്നെയാണ്. ഇവിടെ ചിത്തിനെ സുഖമായിട്ട് ആചാര്യൻ ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, സത്തിനെ എങ്ങനെയാണ് നേരത്തെ ഇക്വേറ്റ് ചെയ്തത്? സത്ത് എങ്ങനെയാണ് ചിത്തായത്, ചിത്ത് എങ്ങനെയാണ് സത്തായത്? ഞാൻ പറഞ്ഞായിരുന്നു. അതായത് സത്ത് ഇല്ല എങ്കിൽ ചിത്ത് എന്ന് പറയുന്നത് അസത്താണ്. ചിത്ത് എന്ന് പറയുന്നൊരു സാധനമേ കാണില്ല. ഓക്കെ, അതായത് സ്വർണമില്ലാതെ ഒരു സ്വർണ്ണമാല ഇല്ല, പേര് മാത്രമേ ഉള്ളൂ. അതേപോലെ സത്തില്ലാതെ ചിത്തില്ല. ഇനി ചിത്തില്ലാതെ സത്തുണ്ടാകുമോ? ഇല്ല. കാര്യം ചിത്തില്ലാത്ത എന്തു വസ്തു എന്താണ്? അത് ജഡമാണ്. ജഡമായത് നശിക്കും, അതൊരിക്കലും സത്താവില്ല. അപ്പൊ എന്താണ്? സത്തും ചിത്തും ഒന്നാണെന്ന് പറഞ്ഞു. ഇനി ഈ ചിത്ത് എങ്ങനെയാണ് സത്താകുക, അല്ല ആനന്ദമാകുക? അത് നമ്മൾ കാണണം. ഓക്കെ, നേരത്തെ കണ്ടു ചിത്താണ് അറിവിനെയും അറിവില്ലായ്മയും തെളിയിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. ഒരു കാര്യം, ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ബോധത്തിലാണ്, അതല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിൻ്റെ ലെവലിലാണ് എന്നാണ്. എൻ്റെ സ്വരൂപം എന്താണ്, അതായത് ഈ ആത്മാവ് ആനന്ദമാണ് എന്ന് കാണണമെന്നാണ്. ഇത് വളരെ വലുതായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ളൊരു പോയിൻ്റാണ്. പക്ഷെ എങ്കിൽ കൂടെയും ഒന്ന് പെട്ടെന്നൊന്ന് ചിന്തിക്കാം. കിട്ടിയില്ലെങ്കിൽ കൂടെ നിൽക്കണേ. ബാക്കിയുള്ളതെല്ലാം മറന്നുപോയാലും ഈ ഒരു കാര്യം മാത്രം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുത്താൽ, ബാക്കിയുള്ളത് മറന്നു പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് വേദാന്തം മനസ്സിലാകും. അതിനേക്കാളുപരി വേദാന്തത്തിൻ്റെ താല്പര്യം മനസ്സിലാകും. ഇനി പറയാൻ പോകുന്ന പോയിന്റ്, ഓക്കെ, എന്താണ്? വസ്തുവിൻ്റെ സ്വരൂപം ഒരിക്കലും ആ വസ്തുവിന് ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്താ ഞാൻ പറഞ്ഞത്? ആ വസ്തു സത്യത്തിൽ എന്താണോ അതിനൊരിക്കലും അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. സ്വന്തം സ്വരൂപം ഒരിക്കലും ആ വസ്തുവിന് ഒരു ശല്യമായി ഭവിക്കുകയുമില്ല. ഈ രണ്ട് കാര്യം ഓർത്തിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമുക്കിപ്പോൾ ഏറ്റവും ശല്യം എന്താണ്? നമ്മുടെ ദുഃഖങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ശല്യം. ഓക്കെ, അപ്പം ദുഃഖമാണ് നമ്മുടെ സ്വരൂപമെങ്കിൽ അതൊരിക്കലും നമുക്ക് ശല്യമായിട്ട് ഭവിക്കില്ല. അതിൻ്റെ അർത്ഥം എന്താ? ദുഃഖമല്ല നമ്മുടെ സ്വരൂപം. അതേപോലെ നമ്മുടെ സ്വരൂപത്തിനെ ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദുഃഖത്തിനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനല്ല, നമുക്കെല്ലാവർക്കും ദുഃഖത്തിനെ ഉപേക്ഷിക്കാനും പറ്റും. അപ്പോൾ സത്യത്തിൽ എന്താണ്? സത്യത്തിൽ നമ്മൾ ദുഃഖസ്വരൂപികളല്ല, ദുഃഖത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആനന്ദ സ്വരൂപിയാണ്. സ്വാമി, ഇത് വെറുതെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ലോജിക്കല്ലേ? അല്ലല്ല, ഒന്നുകൂടെ പറയും. വേറൊരു കാര്യമാണ്. എന്താ ലോജിക്ക്? അതായത് നമ്മൾ ഓരോരുത്തരും അത് മാറ്റി വെക്കുക. ഓരോ വസ്തുവും അതിൻ്റെ ട്രൂ നേച്ചർ ആകാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഒരു ഐസ് എന്ത് ചെയ്യും? അത് വെള്ളമാകാൻ ശ്രമിക്കും എന്ന് പറയുന്നത് പൊട്ട ഉദാഹരണമാണ് അത്. കാര്യം എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൻ്റെ ചൂട് ആണ് അല്ല ഐസിനെ ഐസാക്കുന്നതും ജലമാക്കുന്നതും. പക്ഷേ ഒരു വസ്തു റൂൾ എന്താണ്? വസ്തു അതിൻ്റെ സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോകാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മളൊക്കെ ദുഃഖിക്കാനാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? സുഖം നേടാനാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ സുഖം നേടാനാണ്. അതിൻ്റെ താല്പര്യം എന്താണ്? നമ്മൾ സുഖസ്വരൂപികളാണ് എന്നുള്ളതാണ് കാര്യം. നമ്മുടെ നേച്ചറിലേക്ക് മാറാനാണ് നമ്മൾ ചിന്തിക്കുക. അതല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ പറയാം. ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ ചിന്തിക്കേണ്ടി വരും. അതായത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ വെറുക്കുവോ? ഇല്ല. നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ സ്നേഹിക്കുവോ? ഇല്ല. ഇനി നമ്മൾ ആലോചിക്കണം, നമ്മൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? എന്തുകൊണ്ടാണ്? കാര്യം എനിക്ക് സുഖത്തിനെ നൽകുന്നത് കൊണ്ടാണ്. ഞാൻ സുഖത്തിൻ്റെ സ്രോതസ്സല്ല എങ്കിൽ എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്താണ്? ഞാൻ ആ സുഖസ്വരൂപി തന്നെ ആയതുകൊണ്ടാണ് ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാണ്. ഓക്കെ, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാണ്.
അതുകൊണ്ടാണ് ഞാൻ സുഖത്തിൻ്റെ സ്രോതസ്സ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. 2-3 ലോജിക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഏത് ലോജിക്കാണോ ഇഷ്ടമുള്ളത് പിടിച്ചോ. ഇനി വേണമെങ്കിൽ ഒരെണ്ണം കൂടെ പറയാം. സമയമുണ്ടോ ഭഗവാനെ? ഉണ്ട്. ഞാൻ 5-10 മിനിറ്റ് എക്സ്ട്രാ എടുക്കുക. 6:45 നിർത്തും. ഓക്കെ. എന്താണ് പറയും? സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്നാണല്ലോ പറയാം. ഈ അനന്തം എന്ന് പറയുന്നത് ആനന്ദമായിട്ടെടുക്കണം എന്നാണ്. കാര്യം എന്താ? കാര്യം ഭൂമേ ഇവ സുഖം എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. ഭൂമായ ഇവ സുഖം. ഓക്കെ. അപ്പം ഒരിക്കലും സുഖം എന്താണ്? അത് ആനന്ദമല്ലാതിരിക്കില്ല. കാര്യം അത് ലിമിറ്റഡ് ആയാൽ, ലിമിറ്റഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനന്തം എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും ഉണ്ടെന്നാണ്. അത് തീർന്നു പോയി കഴിഞ്ഞാൽ അത് സത്തല്ലാതായി മാറും. ഓക്കെ. അതായത് എല്ലാ കാലത്തും ആനന്ദം അനന്തമായിട്ട് നിൽക്കണം എന്നാണ്. അത് അനന്തമല്ല എങ്കിൽ എന്താണ്? കുറച്ച് നേരത്തേക്ക് മാത്രമാണെങ്കിലോ അത് സത്തല്ലാതായി മാറും എന്നാണ്. അങ്ങനെയാണെങ്കിലോ അത് നശിക്കും എന്നാണ്. അങ്ങനെ സംഭവിക്കില്ല എന്നാണ്. ഓക്കെ. നമ്മുടെ സ്വരൂപം എല്ലാ കാലത്തും എന്താണ്? ആ സുഖം തന്നെയാണ്. കാര്യം എന്താണ്? ഞാൻ ആ സുഖത്തിനെയാണ് എല്ലാ കാലവും തേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ജോലി കിട്ടിയ സമയത്തും ഇപ്പം ജീവിക്കുന്ന സമയത്തും നമ്മളെല്ലാവരും തേടുന്നത് എന്തിനെയാണ്? ഒരേ ഒരു സുഖത്തിനെയാണ്. ഒരേ ഒരു സുഖം. ആ സുഖത്തിനെ ഞാൻ തേടുന്നുണ്ടെങ്കിൽ സത്യത്തിൽ എൻ്റെ സ്വരൂപം ആ സുഖമായതിനാലാണ് എന്നാണ്. ഇതാണ് പറഞ്ഞു വെക്കുക. ഓക്കെ, പറഞ്ഞു വെക്കുക. ചിന്തിക്കൂ. എന്നിട്ടോ അങ്ങനെ ഈ സുഖം നേടിയ ആൾക്കാരാരെങ്കിലും ഉണ്ടോ? ഇതറിഞ്ഞ് അങ്ങനത്തെ ആൾക്കാരുണ്ടോ? ഉണ്ട്. അങ്ങനത്തെ ചില ജന്മങ്ങളുണ്ട്. എന്താണ് 29-ാമത്തെ ശ്ലോകം? ബന്ധമുക്തയാതീത ഓക്കെ. ഒരു സെക്കൻഡ് 29 അല്ലേ? ബന്ധമുക്ത്യതീതം പരം സുഖം, ബന്ധമുക്ത്യതീതം പരം സുഖം, വിന്ദതീഹ വസ്തുദൈവികഃ, വിന്ധ്യതീതൈ വസ്തുദൈവികഃ. ബന്ധമുക്ത്യതീതം പരം സുഖം, വിന്ദതീഹ വസ്തുദൈവികഃ. അങ്ങനത്തെ ആൾക്കാരുണ്ടോ? ഉണ്ട്. ഇവിടെ ഈ ലോകത്തിൽ ചില പ്രത്യേക ജന്മങ്ങളുണ്ട് എന്നാ. ആരാണ്? ദൈവികമായ ഗുണങ്ങളോടെ ആ പരമമായ ആനന്ദം, എല്ലാ ബന്ധനത്തിനും മുക്തിക്കും അതീതമായ ആ ആനന്ദം നേടിയ ജന്മങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കണ്ടു പഠിക്കാമെന്നാണ്. അതായത് ഈ സുഖം, ഏത് സുഖം? ചിത്ത് തന്നെ ആയിട്ടുള്ള, ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള, സത്ത് തന്നെ ആയിട്ടുള്ള ആ സുഖം, ഇത് ബന്ധനത്തിനും മുക്തിക്കും അപ്പുറമാണ്. ഓക്കെ. കാര്യം എന്നാ? അത് എല്ലാ ബന്ധനത്തിനും അതേപോലെ തന്നെ ദുഃഖത്തിനും അപ്പുറമായിട്ടുള്ള ഈ സുഖം ഇത് നേടിയ ആളുകളുണ്ട്. ആരാണത്? ചില ദൈവീക ജന്മങ്ങൾ. ഓക്കെ. ഒരു കാര്യം ആർത്തോണേ, നമ്മളിത് പറയുമ്പോൾ നമ്മൾ സത്യത്തിൽ ഇതാണ്, പക്ഷെ നമുക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. ഞാനിവിടെ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കണക്കൊരു ഭ്രാന്തൻ്റെ കഥയില്ലേ, എലിയാണ് എന്ന് വിചാരിക്കുന്ന ഭ്രാന്തൻ്റെ കഥ. ഓക്കെ. അതേപോലെ ഡോക്ടറിൻ്റെ മുമ്പിൽ പോകുമ്പോഴും അയാൾ ഏറ്റവും വയലൻ്റ് ആയിരിക്കുന്ന സമയത്തുമൊക്കെ അയാൾ ആ മനുഷ്യൻ തന്നെയാണ്. അതേപോലെ ഈ ലോകത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ മുക്തനാണ്. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ലിമിറ്റേഷൻ കാരണം നമ്മൾ കരയുകയാണ്, ദുഃഖിക്കുകയാണ്. ഓക്കെ. ഇവിടെ ഈ സുഖം എന്താണ്? ഇത് ബന്ധനത്തിനും മുക്തിക്കും അതീതമാണ്. കാര്യം ഇത് മൈൻഡ് ലെവലിലും മേളിലാണ്. ഇത് നേടിയ ആളുകളുണ്ട്. അവരെയാണ് നമ്മളെന്താണ്? ജീവൻ മുക്തന്മാർ, മുക്തപുരുഷന്മാർ, സ്ഥിതപ്രജ്ഞന്മാർ, ഭക്തന്മാർ എന്നൊക്കെ പറയാം. ഓക്കെ. ഈ ദൈവീക പുരുഷന് മാത്രമേ ഈ പരമമായിട്ടുള്ള ആനന്ദം ലഭിക്കൂ. അതല്ലെങ്കിൽ ഈ ആനന്ദം ലഭിച്ച ആളാണ് ആര്? ദൈവീകമായിട്ടുള്ള പുരുഷന്മാർ. പുരുഷൻ എന്ന് പറയുമ്പോൾ ഇനി സ്ത്രീകൾക്ക് പറ്റില്ല എന്നൊന്നും പറയാൻ പാടില്ല. സ്ത്രീകൾക്കും പറ്റും.
സ്ത്രീകൾക്കും പറ്റും. കാര്യം ഇതിന് സ്ത്രീ പുരുഷ ഭേദമില്ല. കാര്യം എന്നാ, ഈ ശരീരത്തിനും മനസ്സിൻ്റെയും ബുദ്ധിക്കും അതീതമായിട്ടാണ് ഇത് വർത്തിക്കുന്നു എന്ന് പറയാം. അത് ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ പറ്റും. അതാണ് എൻ്റെ പ്രത്യേകത. ഇത് ജീവൻ മുക്തിയെ പറ്റിയാണ് സൂചിപ്പിക്കുക. ഈ എന്തിനതീതമായിട്ടുള്ളതാണ്? ബന്ധനത്തിനും ബന്ധമുക്തി അതീതമായിട്ടുള്ള ഈ സുഖം ഇത് നേടിയ ആളുകൾ ദൈവീകരത്രേ. അതല്ലെങ്കിലോ മറ്റേ എന്നാ നമ്മൾ പറയത്തില്ല, സാധനാചതുഷ്ട ഇത്യാദി സമ്പത്തികളൊക്കെ ഉള്ള അതിനു വേണ്ടിയിട്ട് കൃത്യമായി പണിയെടുക്കുന്ന ആളുകൾ ഈ സുഖം നേടുമ്പോൾ അവർ ദൈവീകരായി, അല്ലെങ്കിൽ ഏറ്റവും ദൈവീകരായിട്ടുള്ളവർക്ക് ഈ സുഖം അവരെ തേടിയെത്തും. ആർക്കാണോ ഈ ജ്ഞാനം ലഭിക്കുക അയാൾ ശരിക്കും ദൈവീകനാണ്. ഇതാണ്. എന്നിട്ട് രമണ മഹർഷി അവസാനം കൺക്ലൂഡ് ചെയ്യും. 30ാമത്തെ ശ്ലോകം എന്താണ്? അഹമപേതകം നിജവിഭാനകം അഹമപേതകം നിജവിഭാനകം മഹദിദം തപോ രമണവാഗിയം മഹദിദം തപോ രമണവാഗിയം അഹമപേതകം നിജവിഭാനകം മഹദിദം തപോ രമണവാഗിയം മഹദിദം തപോ രമണവാഗിയം. അഹങ്കാരമില്ലാത്ത ആത്മാന്വേഷണം എന്താണ്? അഹങ്കാരമില്ലാത്ത ആത്മാന്വേഷണം ആത്മപ്രകാശമായ ഒരു വലിയ തപസ്സാണ്. നമ്മളെല്ലാവരും ഈ തപസ് ചെയ്യണം എന്നാണ് രമണ മഹർഷി പറയാം. ഇതാണ് രമണൻ പറഞ്ഞതായിട്ടുള്ള ആത്മസാക്ഷാത്കാര സത്യം. എന്താണ്? ചിന്തയുടെ ഉത്ഭവത്തിനെ പറ്റി ചിന്തിക്കുക എന്ന് പറയുന്നത് വലിയ തപസ്സ. ഇന്ന് അമ്മ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ എന്താണ്, സ്വാമി എല്ലാം മേളിൽ കൂടെ പോവാന്ന്. കാര്യം എന്നാ, നമുക്കതൊരു ശീലമില്ല, ഈ ഒരു ഭാഷയ്ക്ക് ശീലമില്ല. അതുകൊണ്ടാണ്. പിന്നെയോ എന്താ ഇവിടെ പറയാ, ചിന്തിക്കുന്നതിന് ആ ചിന്ത എവിടുന്ന് വന്നു എന്ന് നീ ചിന്തിക്കൂ. സത്യം പറഞ്ഞാൽ അത് ചിന്തയ്ക്കും അപ്പുറമാണ് എന്ന് പറയുമ്പോൾ ഇത് എന്താ ഈ പറയുന്നേ നമുക്ക് കിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ തപസ്. ഇത് തപിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ അവിടെ അല്ലല്ലോ, ഇങ്ങനെ അല്ലല്ലോ, അല്ല, വീണ്ടും വീണ്ടും ആഴത്തിൽ ചിന്തിക്കൂ. ചില ആൾക്കാർക്ക് അത് പിടിക്കാൻ പറ്റാതെ അവർ തൂങ്ങിപ്പോവും. ചില ആൾക്കാർക്ക് പറ്റത്തില്ല. ചില ആൾക്കാരോ ഇത് ചിന്തിക്കുന്ന സമയത്ത് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എനിക്ക് ഇന്നലെ തലവേദന എടുത്തു എന്നാ, അല്ലെങ്കിൽ ഇന്നുണ്ട് ചെറുങ്ങനെ തലവേദന. കാര്യം എന്നാ, നമ്മൾ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം കൊടുക്കുന്ന സമയത്ത്, അതായത് ചിന്തയുടെ ഉത്ഭവത്തെ പറ്റി ചിന്തിക്കുന്നത് അത് ചിന്തകൾക്കും അതീതമാണ് എന്ന് മനസ്സിലാക്കുന്നത് അത് വളരെ ശ്രമകരമാണ്. അതിന് അതീവ ഏകാഗ്രത വേണം. ഓക്കെ, അത് ഏറ്റവും വലിയ തപസ്സാണ്. അപ്പം ഈ വിചാരമാർഗം എന്താണ്? ഏറ്റവും വലിയ തപസ്സാണ്. എല്ലാ ചിന്തകൾക്കും അതീതമായിട്ടുള്ളതിനെ പറ്റി ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. അത് വലിയ തപസ്സാണ്. കാര്യം എന്താണ്? ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ ചിന്തകൾ ഇല്ലാതാവും. ഇതാണ് എൻ്റെ നമ്മൾ പറയത്തില്ലേ, ഈ ബഹളം വെക്കുന്ന പട്ടി. ആ പട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? ഞാനിങ്ങനെ നോക്കണം. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും പട്ടി പറഞ്ഞിട്ട് അങ്ങനെ കൊഴിഞ്ഞ് എവിടെ ഇരിക്കുമെന്നാണ്. എനിക്ക് പട്ടിയെ ഭയങ്കര പേടിയാണ്. ഞാൻ എന്നെ കാണുമ്പോൾ ഓടും. അത് വേറെ ആരും നോക്കാനൊന്നും പോകത്തില്ല. പക്ഷേ എന്താണ്, ആചാര്യന്മാർ പറയും പട്ടി അടക്കാൻ, അവർ ഉദാഹരണം പറയുന്നതാണ്. പട്ടി അടക്കാൻ എന്താണ്, അതിനെ നോക്കിക്കഴിഞ്ഞാൽ ആ പട്ടി തന്നെ ഇങ്ങനെ പതുക്കെ അവിടെ അങ്ങ് ഇരിക്കും എന്നാണ്. കറക്റ്റായിട്ട് കണ്ണിൽ തന്നെ നോക്കണം എന്നെല്ലാം പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോഗ് ട്രെയിനർ പറയുന്നുണ്ടായിരുന്നു, ഒരു കാരണവശാൽ പട്ടിയുടെ കണ്ണി നോക്കരുത്, അപ്പോൾ അത് ആക്രമിക്കാൻ വരുമെന്നല്ല, അങ്ങനെയൊക്കെ പറഞ്ഞോളെ. ഓക്കെ, എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. പക്ഷേ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എന്താണ്, പട്ടിയെ അടക്കാൻ വേണ്ടിയിട്ട് അതിനെ നോക്കിയാൽ മതി, ഉടനെ അത് അടങ്ങിക്കോളും എന്ന്. അതല്ലെങ്കിലോ ചിന്തയെ അടക്കാൻ നമുക്കൊരു കാര്യം അറിയാം. നമ്മൾ ആ ചിന്തയെ നോക്കിയാൽ എന്നിട്ടോ രണ്ട് ചിന്തകൾക്കിടയിലുള്ള ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചിന്തകൾക്ക് ഉത്ഭവമായിട്ടുള്ളത് എന്താണ് എന്നത് ചിന്തിച്ച് തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ ചിന്ത അടങ്ങുന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ നടക്കത്തില്ല. ഓക്കെ, ഇത് മഹത്തരമായിട്ടുള്ള തപസ്സാണ് എന്നാണ്. അത് നമ്മുടെ അഹങ്കാരത്തിനെ, അഹംവൃത്തിയെ ഇല്ലാതെയാക്കും. ശ്രീ ശിവൻ ദാരുവനത്തിലെ മുനിമാരോടാണ് പറയുന്നത്. ഓക്കെ, പറയണത് സാധകന്മാരെ, ആത്മാന്വേഷണം, ആത്മാവ് ആരാണ്, ഇതൊക്കെ എവിടുന്ന് വരുന്നു എന്നത് ചിന്തിക്കുമ്പോൾ, ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുക, ഗുരുദേവ, രമണ മഹർഷി, സത്യത്തിൽ ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ രമണൻ തിരിച്ചു ചോദിക്കും എന്നാണ്. എന്ത് ചോദിക്കും? നീ ചോദിക്കൂ, ഈ ചോദ്യം എവിടുന്ന് വരുന്നു.
ഞാൻ ആരാണ് എന്ന് നമ്മളൊരു ചോദ്യം ചോദിക്കത്തില്ലേ? അതിന് രമണൻ ഉത്തരം കൊടുക്കുകയല്ല. രമണൻ എന്ത് പറയും? രമണൻ പറയും, രമണ മഹർഷി പറയും, മഹാത്മാ പറയും, ഈ ചോദ്യം എവിടുന്ന് വരുന്നു എന്ന് നീ ചിന്തിക്കുന്ന. നമ്മൾ സത്യത്തിൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് അടങ്ങുന്ന, എവിടുന്ന് വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ. ഓക്കെ, സാധകന്മാരെ പറയും, ആത്മാന്വേഷണം അഹങ്കാരത്തിനെ ഇല്ലാതാക്കി ആത്മാവിനെ തെളിയിക്കുന്ന പ്രോസസ്സാണ്. അതാണ് ഏറ്റവും വലിയ തപസ്. നിങ്ങളിങ്ങനെ കർമ്മഠന്മാരെ ചെയ്യുന്നതായിട്ടുള്ള കാര്യമല്ല. അതിൽ അഹങ്കരിക്കരുത്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ വിചാരം ചെയ്യൂ. അതാണ് ഏറ്റവും വലിയ തപസ്. അവിടെ എത്തിയാൽ പിന്നെ ഒന്നും വേണ്ട എന്നതിലേക്ക് എത്തും, തൃപ്തിയിലേക്ക് എത്തും. ആ പരിപൂർണ തൃപ്തിയിലേക്ക് എത്തും. അല്ലെങ്കിലോ രമണ മഹർഷിയുടെ ഭാവനയിൽ പറഞ്ഞാൽ ഹൃസ്ഥലേമന സ്വസ്ഥത. അതെവിടാ? നമ്മൾ നേരത്തെ കണ്ടതാ. ഹൃസ്ഥലേമന സ്വസ്ഥത ക്രിയ നമ്മൾ കണ്ടായിരുന്നു. ഭക്തിയോഗബോധാശനിശ. അതായത് എല്ലാ പാതയുടെയും താല്പര്യം എന്താണ്? ഫൈനൽ ഗോൾ എന്താണ്? കോറിൽ മനസ്സിനെ അങ്ങ് അടക്കി ഞാൻ ആ സ്വരൂപമാണ് എന്ന് അറിയിക്കുക. ഇതാണ് ആ രമണന്റെ സമ്മറി. എന്തിൻ്റെ? ഉപദേശങ്ങളുടെ സമ്മറി, സാരം ഇതാണ്. ഈ രമണ മഹർഷി വേറൊരു ലെവലും ആളാണ്. ചിന്മയാനന്ദ സ്വാമിജിക്ക് ഇൻസ്പിറേഷൻ നൽകിയിട്ടുള്ള ആളാണ് രമണ മഹർഷി. അതായത് ഗുരുദേവൻ യാത്ര പോയിരുന്ന സമയത്ത് രമണ മഹർഷിയെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയുക, ഇങ്ങനെ ക്രൗഡിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് രമണ മഹർഷി ഗുരുദേവനെ നോക്കിയെന്നാണ്. ഇവർ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു എന്നാണ്. ഗുരുദേവൻ അതിന് ശേഷം അവിടുന്ന് ഇറങ്ങിയെന്നാണ്. ഒരു പ്രാവശ്യം ഗുരുദേവനെ രമണ മഹർഷിയുടെ ഏതോ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചു. രമണ മഹർഷി അന്ന് സമാധിയായിട്ടുണ്ട്. അപ്പോൾ രമണ മഹർഷിയുടെ എന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിളിച്ചു എന്നാണ്. ഗുരുദേവൻ അവിടെ പോയിട്ട് ഇന്ന് നിൽക്കുകയാണ്. എന്നിട്ട് സംസാരിക്കാൻ വിളിച്ച സമയത്ത് ഗുരുദേവൻ അവിടെ സൈലൻ്റായിട്ട് നിന്നു എന്നാണ്. അപ്പം പ്രഭാഷണത്തിൽ വന്ന ഗുരുദേവൻ അവിടെ സൈലൻ്റായിട്ട് നിൽക്കുക, ഒന്നും മിണ്ടാതെ. അങ്ങനെ മിണ്ടാതെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, രമണൻ എന്നിലൂടെ സംസാരിച്ചു എന്ന്. ഓക്കെ, അല്ലെങ്കിൽ രമണൻ ആ സൈലൻസിൽ കൂടെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇത് അവിടെ ഇരുന്ന ആൾക്കാർക്കും കണക്റ്റായി. ഞാനാണ് അവിടെ പോയി നിന്ന് സംസാരിക്കാതിരുന്ന പുള്ളി പ്രിപ്പയർ ചെയ്തില്ല എന്ന് തോന്നുന്നു എന്നെല്ലാം വിചാരിക്കും. ഇതങ്ങനെയല്ല, ഇത് അവിടെ നിന്ന ആളുകൾക്കും അത് മനസ്സിലായി. ആ ഒരു സൈലൻസിലേക്ക് ഉയർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് ഗുരുദേവൻ്റെ കാര്യവും. അതിനേക്കാളിലുപരി രമണനുമായിട്ട് ട്യൂൺ ചെയ്ത ആൾക്കാർക്ക് പറ്റും. നമ്മൾ അവസാനം എന്താണ്? എല്ലാ തരത്തിലുള്ള ഇളക്കങ്ങളും, അതേ ഇളക്കങ്ങളെല്ലാം എവിടെയാണ്? അത് ആ മനസ്സിലാണ്. അത് ആ ഹൃസ്ഥലത്തിൽ സ്വസ്ഥതയിലേക്ക് പോകും. പിന്നെന്താണ്? എല്ലാ ഇളക്കങ്ങളും മാറിയിട്ട് ഞാൻ ആരാണെന്ന് തെളിയുന്ന സമയത്ത് അവിടെ ആ ആത്മാവ് വിളങ്ങും. അതല്ലെങ്കിലോ അവിടെ ആ രമണൻ വിളങ്ങും എന്നാണ്. ഓക്കെ, ഇതാണ് ദാരുകവനത്തിലെ ഋഷിമാർക്ക് ആര് ഉപദേശിച്ചത്? രമണ മഹർഷി. ഓക്കെ, ഇനിയോ വേണമെങ്കിൽ ഒരു ചോദ്യം വരാം. വേണമെങ്കിൽ ഒരു നഷ്ട ചോദ്യം. എന്താ ചോദ്യം? നിങ്ങൾ ഈ സാരൂപ്യമുക്തി, സായുജ്യമുക്തി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ ശരിയാണോ? ശരി തന്നെ. പക്ഷെ ഇതും ഹയർ ലെവൽ പ്ലഷറാണ് എന്നാണ്. ഭക്തന്മാരിടിക്കാൻ വരരുത്. പക്ഷേ എന്താണ്? ഇതും ഒരു സമയമില്ലാതെയാകും എന്നാണ്. ഓക്കെ, എന്നിട്ടോ ആത്മസാക്ഷാത്കാരം ഒരു കർമ്മത്തിൻ്റെയും ഫലമല്ല. അത് നമ്മളിൽ തന്നെ ഉണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയുന്നതാണ്. ദൈവീകമായ ഗുണങ്ങളുള്ള ഒരാളിൽ, ഇത് സർവാത്മഭാവമുള്ള ഒരാളിൽ അതവിടെ വിളങ്ങും. അല്ലെങ്കിൽ അത് വിളങ്ങുമ്പോൾ നമുക്ക് ആ സർവാത്മഭാവം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരാൾ, അയാൾക്ക് സർവ്വലോകവും അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളൊക്കെ ഓൺ എ ക്വസ്റ്റ് സിനിമ കണ്ടിട്ടുണ്ടോ? ചിന്മയാനന്ദ സ്വാമിജിയെ പറ്റിയിട്ടുള്ള ഒരു സിനിമയുണ്ട്, ഗംഭീര സിനിമയാണ്. അതിൽ ചിന്മയാനന്ദ സ്വാമിജി ലോകത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പറയുക, ഗുരുദേവൻ മോക്ഷം കിട്ടിയിട്ടാണ് പണിയെടുക്കാൻ വന്നതെന്നാണ്. നമ്മളൊക്കെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നതെങ്കിൽ മഹാത്മാക്കൾ എന്തിനാണ്? അവർ ഈ ലോകസംഗ്രഹാർത്ഥമാണ് പണിയെടുക്കുന്നതെന്നാണ്. അപ്പം ഗുരുദേവൻ എന്താണ്? ഗുരുദേവൻ മോക്ഷം കിട്ടിയിട്ടാണ് വരുന്നതെന്ന്. അപ്പം അതിൻ്റെ അത് ഗംഭീര ഒരു സീനുണ്ട്. ശിവാനന്ദ ആശ്രമത്തിൽ നിന്ന് ഗുരുദേവൻ ഇങ്ങനെ പടി ഇറങ്ങി വരുന്നൊരു സീനുണ്ട്. ആ സമയത്ത് നാരദഭക്തി സൂത്രത്തിലെ ഒരു സൂത്രമാണ് അവർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഇടുക. മോദന്തേ പിതരഹ നൃത്യന്തേ ദേവതാഹ. ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ചരിക്കുമ്പോൾ,
ഈ ജീവൻ മുക്തി കിട്ടിയ ആളുകൾ ഇവിടെ ചരിക്കുമ്പോൾ പിതൃക്കൾ എന്താണ്, അവർ മോദിക്കും, ദേവകൾ നൃത്യം ചെയ്യും എന്നാണ്. രമണ മഹർഷി ഇതിരുന്ന് പറയുന്ന സമയത്ത് എന്താണ്, പിതൃക്കൾ മോദിച്ചിട്ടുണ്ടായിരിക്കും, ദേവന്മാർ നൃത്തം ചെയ്യേണ്ട കാര്യം. അങ്ങനെ ജീവിച്ച ഒരാളാണ്, ഡിവൈനായിട്ട് ദൈവികനായിട്ടുള്ള പുരുഷനായിരുന്നു മഹർഷി. അദ്ദേഹത്തിൻ്റെ ഉപദേശം, രമണവാക്യം എന്താണ്, എല്ലാ ഉപദേശങ്ങളുടെയും സാരാണ്. നമുക്ക് എന്തോ ഒരു ഭാഗ്യം കണ്ട് എന്താണ്, രമണ മഹർഷിയുടെ ഈ ഉപദേശത്തിൽ കൂടെ ഒന്ന് കടന്നു പോകാൻ വേണ്ടി സാധിച്ചു. പക്ഷേ അദ്ദേഹം കണ്ട ആഴത്തിൽ നമുക്കതിനെ കാണാനും കാണില്ല, വിവരിക്കാനും പറ്റിയിട്ടില്ലായിരിക്കും, മനസ്സിലാക്കാനും പറ്റിയിട്ടില്ലായിരിക്കും. പക്ഷേ ഇത് ഉറപ്പായിട്ടും ഒരു തുടക്കമാണ് എന്ന് ഉറപ്പാണ്. മനസ്സിലായില്ലേ? ഈ രമണ മഹർഷി പറഞ്ഞ ആഴത്തിലോ അതിൻ്റെ താല്പര്യത്തിൻ്റെ ഏഴായാലും ചിലപ്പോൾ നമുക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ പാതകളിൽ കൂടെ നടന്ന് ആ ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു തുടക്കമാണ്, ഗംഭീരമായിട്ടൊരു തുടക്കമാണ് ഇത് എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, രമണ മഹർഷിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരിക്കൽ കൂടെ 30ാമത്തെ ശ്ലോകം വായിച്ചിട്ട് 1ാമത്തെ ശ്ലോകം ഒരിക്കൽ കൂടെ വായിച്ചിട്ട് നമ്മളിത് പൂർണ്ണമാക്കും. കാര്യം എന്താണ്, ഇതോടുകൂടി ബുക്ക് അടച്ചു വെക്കുകയല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അഹമപേതകം നിജവിഭാനകം മഹിതദം തപോ രമണവാഗിയം കർത്തുരാജ്ഞയാ പ്രാപ്യതേ ഫലം കർമ്മ കിം പരം കർമ്മ തജ്ജഡം കൃതിമഹോദദൗ പതന കാരണം ഫലമശാശ്വതം ഗതിനിരോധകം ഫലമശാശ്വതം ഗതിനിരോധകം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.